ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ലേണിംഗ് തിയറീസിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ രണ്ട് തിയറിയാണ് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ഓസ്ബെല്ലിന്റെ റിസപ്ഷൻ ലേണിംഗ് തിയറി അല്ലെങ്കിൽ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് തിയറി. അതുകൂടാതെ വൈഗോട്സ്കിയുടെ കൺസ്ട്രക്റ്റിവിസം എന്നുള്ള തിയറി. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഇതിന്റെ ഇടയിൽ നമ്മൾ ഇതുവരെ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഓസ്ബെല്ലിന്റെ റിസപ്ഷൻ ലേണിംഗ് തിയറി അല്ലെങ്കിൽ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് തിയറി എന്താണ് എന്നുള്ളത് നോക്കാം. ഡേവിഡ് പി ഓസ്ബെൽ ആണ്, ഓസ്ബെൽ എന്ന് പറയും അല്ലെങ്കിൽ ഓസ്ബെൽ എന്ന് പറയും. ഓസ്ബെൽ ആണ് ഈ തിയറിയുടെ പ്രൊപ്പോണന്റ്, റിസപ്ഷൻ ലേണിംഗ് തിയറി അല്ലെങ്കിൽ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് തിയറി. യെസ്, ഡേവിഡ് പി ഓസ്ബെൽ. ഓസ്ബെൽ ആണ് റിസപ്ഷൻ ലേണിംഗ് തിയറിയുടെ പ്രൊപ്പോണന്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതുവരെ നമ്മൾ ബിഹേവിയറിസ്റ്റിക് വ്യൂസ് പഠിച്ചു എന്ന് പറഞ്ഞു. അത് നമ്മൾ ബിഹേവിയറിസ്റ്റിക് വ്യൂസ് കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ കൂടുതലും കൊഗ്നിറ്റീവ് വ്യൂസ് ഓഫ് ലേണിംഗ് ആണ് നമ്മൾ ഇനിയുള്ള തിയറീസിൽ കൂടുതലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. കൊഗ്നിറ്റീവ് വ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു വ്യക്തിയുടെ ബൗദ്ധികപരമായിട്ടുള്ള കുറച്ച് ഇടപെടലുകളും കൂടി ലേണിങ്ങിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് പുറത്തേക്ക് കാണുന്ന ബിഹേവിയർ മാത്രമല്ല, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയറുകൾ മാത്രമല്ല, കൊഗ്നിറ്റീവ് പ്രോസസ്സുകൾ, ബൗദ്ധികപരമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിയുടെ പല തലങ്ങളിൽ നടക്കുന്ന കൊഗ്നിറ്റീവ് പ്രോസസ്സുകളും ലേണിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെക്കുറിച്ചിട്ടുള്ള പല തിയറികളും കൊണ്ടുവന്നവരാണ് ഓസ്ബെല്, അതുപോലെ തന്നെ പിയാഷെ, ബ്രൂണർ, ഇവരെല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ്, കൊഗ്നിറ്റീവ് വ്യൂസ് അബൌട്ട് ലേണിംഗ്, കൊഗ്നിറ്റീവ് സ്കൂൾസ് ഓഫ് ലേണിംഗ് എന്നാണ് ഇതിനെയൊക്കെ അറിയപ്പെടുക. അതായത് ബൗദ്ധികപരമായ തലത്തിനും കൂടെ ലേണിങ്ങിൽ ഒരു പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ടുള്ള തിയറികൾ കൊണ്ടുവന്നവരാണ് ഓസ്ബെല്, അല്ലെങ്കിൽ പിയാഷെ, ബ്രൂണർ തുടങ്ങിയവർ. അതുകൊണ്ടാണ് ഇവര് കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് വ്യൂസ് അബൌട്ട് ലേണിംഗ് എന്ന് നമ്മൾ ഈ തിയറികളെയൊക്കെ നമ്മൾ പറയുന്നത്. ഇനി അപ്പൊ ഡേവിഡ് പി ഓസ്ബെല്ലിന്റെ തിയറി എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് അല്ലെങ്കിൽ റിസപ്ഷൻ ലേണിംഗ് എന്താണ് എന്നുള്ളത്. അതായത് എന്താണ് ഓസ്ബെൽ അതിനെ പറ്റിയിട്ട്, അദ്ദേഹത്തിന്റെ തിയറിയിൽ എന്താണ് ഓസ്ബെൽ മുന്നോട്ട് വെച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓസ്ബെൽ പറയുന്നത്, the most important single factor influencing learning is what the learner already knows. അതായത് അദ്ദേഹം പറയുന്നത്, എന്താണോ ഇതുവരെ ലേണറിന് അറിയുന്നത്, ലേണറിന്റെ ബൗദ്ധിക ഘടനയിൽ നിലവിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ലേണറിന് അറിയാം, നിലവിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ലേണർ പഠിച്ചിട്ടുണ്ട്, നിലവിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ലേണറിന്റെ എക്സ്പീരിയൻസ് കൊണ്ടും അല്ലെങ്കിൽ ഇടപെടലുകൾ കൊണ്ടും എന്തൊക്കെ കാര്യങ്ങൾ ഒരു ലേണർ നിലവിൽ എന്തൊക്കെ അറിയാം എന്നുള്ളതാണ് ലേണിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. കുട്ടിക്ക് ഇപ്പോഴെന്തറിയാം എന്നുള്ളതാണ്, കുട്ടിക്ക് ഓൾറെഡി എന്തറിയാം എന്നുള്ളതാണ് എന്നാണ് ഓസ്ബെൽ പറഞ്ഞത്. സോ അദ്ദേഹത്തിൻ്റെ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് തിയറി പ്രകാരം അല്ലെങ്കിൽ റിസപ്ഷൻ ലേണിംഗ് തിയറി പ്രകാരം ഓസ്ബെൽ പറയുന്നത്, ഒരു ലേണിംഗ് ഏറ്റവും മീനിങ് ഫുൾ ആവുന്നത് എപ്പോഴും ഒരു പുതിയ ഇൻഫർമേഷൻ നിലവിലുള്ള നോളജുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. പുതിയ ഒരു ഇൻഫർമേഷൻ നിലവിലുള്ള നോളജുമായിട്ട്, എക്സിസ്റ്റിംഗ് നോളജുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ഓസ്ബെൽ പറഞ്ഞത് വാട്ട് ദ ലേണർ ഓൾറെഡി നോസ്. എന്താണ് ലേണറിന് നിലവിൽ അറിയാവുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ലേണിങ്ങിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഫാക്ടർ അല്ലെങ്കിൽ ലേണിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് എന്താണോ ലേണറിന് ഇപ്പോൾ അറിയാവുന്നത്. അപ്പം ഇപ്പോൾ എന്താണ് അറിയാവുന്നത് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം എപ്പോഴും പുതിയ ഇൻഫർമേഷൻസ് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ലേണിങ് ഇഫക്റ്റീവ് ആവുകയുള്ളൂ അല്ലെങ്കിൽ ലേണിങ് മീനിങ് ഫുൾ ആവുകയുള്ളൂ എന്നാണ് ഓസ്ബെൽ മുന്നോട്ട് വെച്ച
അദ്ദേഹത്തിൻ്റെ തിയറി. അതുകൊണ്ടാണ് അതിനെ മീനിങ് വെർബൽ ലേണിംഗ് എന്ന് അദ്ദേഹം വിളിച്ചത്. മീനിങ് വെർബൽ ലേണിംഗ്. ലേണിംഗ് എപ്പോഴും അത് മീനിങ് ആയിരിക്കണമെങ്കിൽ നിലവിൽ എന്താണോ കുട്ടിക്ക് അറിയാവുന്നത് അതുമായിട്ട് പുതിയ ഇൻഫർമേഷനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ അത് കുട്ടിയുടെ മൈൻഡിൽ അല്ലെങ്കിൽ ലേണറിൻ്റെ മൈൻഡിൽ അത് കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ അത് അവിടെ നിലനിൽക്കുകയുള്ളൂ. അതുവരെ ഉണ്ടായിരുന്ന റോട്ട് മെമ്മറൈസേഷൻ അല്ലെങ്കിൽ കാണാതെ പഠിക്കുക എന്നുള്ളതിനെ ശക്തമായിട്ട് വിമർശിച്ചിരുന്നതാണ് ഓസ്വെൽ. ഓസ്വെൽ അതിന് പകരം മുന്നോട്ട് കൊണ്ടുവച്ചതാണ് എപ്പോഴും ലേണിംഗ് മീനിങ് ആയിരിക്കണമെങ്കിൽ അതിനെ നിലവിലുള്ള ഒരു നോളജുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പുതിയ ഇൻഫർമേഷൻസിനെ പ്രസൻറ്റ് ചെയ്യുകയും അങ്ങനെ പുതിയ ഇൻഫർമേഷൻസിനെ മൈൻഡിൽ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുകയും ചെയ്യുമ്പോഴാണ് ലേണിംഗ് ഇഫക്റ്റീവ് ആവുന്നത് എന്നാണ്. ഇനി ഇതിൽ ഓസ്പെല് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ടെർമിനോളജിയാണ് അഡ്വാൻസ് ഓർഗനൈസർ. അഡ്വാൻസ് ഓർഗനൈസർ ഓസ്പെല്ലിൻ്റെ മീനിങ് വെർബൽ ലേണിംഗ് തിയറി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെർമിനോളജി ഓസ്പെല് കൊണ്ടുവന്നതാണ് അഡ്വാൻസ് ഓർഗനൈസർ. എന്താണ് അഡ്വാൻസ് ഓർഗനൈസർ? അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നല്ല, നമ്മളൊരു ലെസൺ കുട്ടിയുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ചാപ്റ്റർ അല്ലെങ്കിൽ പുതിയൊരു ഇൻഫർമേഷൻ കുട്ടിക്ക് പഠിക്കാനായിട്ട് കൊടുക്കുമ്പോൾ അതിന് മുന്നേ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ടറി മെറ്റീരിയലിനെയാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് ഓസ്പെല് വിളിച്ചത്. അതായത് ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ചലനം അല്ലെങ്കിൽ ചലനം എന്നുള്ളൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിന് മുന്നേ ടീച്ചർ ആ ചാപ്റ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുമായിരിക്കും അത് പറയുന്നത്. അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും പറയുമ്പോൾ മാത്രമാണ് അത് കുട്ടികൾക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് അത് മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പം ഇതിനെയാണ് ഓസ്പെല് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പേര് വിളിച്ചത്. അതായത് ഒരു ലെസണോ ഒരു പുതിയ ഇൻഫർമേഷനോ കുട്ടികളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നതിന് മുൻപ് നൽകുന്ന ഇൻട്രൊഡക്ടറി മെറ്റീരിയലാണ് അഡ്വാൻസ് ഓർഗനൈസർ. ഇവിടെ ഈ അഡ്വാൻസ് ഓർഗനൈസർ ആണ് പുതിയ ഒരു കോൺസെപ്റ്റും ഓൾറെഡി അറിയാവുന്ന നോളജും തമ്മിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് പുതിയൊരു കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ചലനം എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ കുട്ടിക്ക് ഓൾറെഡി ചലനം അല്ലെങ്കിൽ കാറുകൾ ഓടുന്നു, സൈക്കിൾ ഓടുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പം ഈ ഒരു പ്രയർ നോളജിൽ നിന്നും പഴയ എക്സ്പീരിയൻസുകളിൽ നിന്നും ഈ പുതിയ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ടീച്ചർ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതിനെയാണ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് നമ്മൾ പറയുക. അപ്പോൾ എപ്പോഴും അഡ്വാൻസ് ഓർഗനൈസർ ഒരു ബ്രിഡ്ജായിട്ടാണ് വർത്തിക്കുക. നമുക്ക് ഓൾറെഡി കുട്ടിക്ക് എന്താണോ നോളജ് ഉള്ളത്, എന്ത് അറിവാണോ ഉള്ളത്, അതും പുതിയ കോൺസെപ്റ്റും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു പാലമായിട്ട് വർത്തിക്കുന്നതാണ് എപ്പോഴും അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്നാണ് ഓസ്പെല് അതിനെ വിശേഷിപ്പിച്ചത്. ഇനി അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? അത് എപ്പോഴും ലേണേഴ്സിന് അവരുടെ ഇൻഫർമേഷൻസിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടും ക്ലിയർ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത് മെമ്മറിയിൽ കൂടുതൽ സൂക്ഷിച്ച് വെക്കുവാൻ വേണ്ടിയിട്ടും അഡ്വാൻസ് ഓർഗനൈസേഴ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പം നിലവിൽ എന്താണോ കുട്ടിക്ക് അറിയാവുന്നത് അതിൽ നിന്നും കണക്ട് ചെയ്ത് പുതിയൊരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ വീണ്ടും അത് ഓർക്കുമ്പോൾ കുട്ടിക്ക് അത് പരസ്പരം കണക്ട് ചെയ്യാനും അവൻ്റെ എക്സ്പീരിയൻസിലേക്ക് അത് കണക്ട് ചെയ്യാനും അത് അപ്ലൈ ചെയ്യാനും ഒക്കെ കുട്ടിക്ക് സാധിക്കുന്നു. അപ്പോൾ ഈ നോളജിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനും അത് ഇഫക്റ്റീവായിട്ട് മെമ്മറൈസ് ചെയ്യാനും ഇഫക്റ്റീവായിട്ട് അവൻ്റെ കൊഗ്നേറ്റീവ് സ്ട്രക്ചറിൽ സൂക്ഷിക്കാനും സഹായിക്കുന്നതാണ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്. യെസ്, ഇതാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിരിക്കുന്നതാണ്. അതായത് പഴയ ഒരു നോളജ് ഉണ്ട്, എന്നിട്ട് അതിലേക്ക് ഒരു പുതിയൊരു നോളജിലേക്ക് നമുക്ക് പുതിയൊരു കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വരണം. അപ്പോൾ അവിടെ ഒരു ബ്രിഡ്ജായിട്ട് പഴയതും പുതിയതും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നതാണ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്. ഇതിനെയാണ് ഓസ്പെൽ അഡ്വാൻസ് ഓർഗനൈസേഴ്സ് എന്ന് വിളിച്ചത്. സോ ഇനി ഇതുമായി ബന്ധപ്പെട്ട് അഡ്വാൻസ് ഓർഗനൈസർ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആര് എന്നുള്ള ചോദ്യം വന്നാൽ നമുക്ക് ഡേവിഡ് പി ഓസ്പെൽ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം വന്നാലും നമുക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം.
യെസ്. ഇനിയും ഇനി ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ടെർമിനോളജീസ്, ഒന്ന് സബ്സംഷൻ, രണ്ട് സബ്സ്യൂമർ. ഈ രണ്ട് ടെർമിനോളജീസ് നമ്മൾ പറയുന്നതിന് കാരണം ഇത് സബ്സംഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഇത് നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സബ്സംഷൻ എന്താണ്, സബ്സംഷൻ എന്നുള്ളത് അപ്പോൾ തിയറിയുടെ ഉള്ളിൽ നിന്നും അവർ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് സബ്സംഷൻ എന്നുള്ളത്? എന്താണ് സബ്സംഷൻ? സബ്സംഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻകോർപ്പറേറ്റിംഗ് ന്യൂ ലേണിംഗ് മെറ്റീരിയൽ ഇൻ ടു കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഇൻ എ മീനിങ് ഫുൾ വേ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു അഡ്വാൻസ് ഓർഗനൈസേഴ്സിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ അഡ്വാൻസ് ഓർഗനൈസറിന്റെ ഉള്ളില് അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സബ്സംഷൻ. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സബ്സംഷൻ. അതായത് പുതിയൊരു നോളജ് മെറ്റീരിയലിനെ, പുതിയൊരു കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ പുതിയൊരു ഇൻഫർമേഷനെ നിലവിലുള്ള കൊഗ്നിറ്റീവ് സ്ട്രക്ചറിന്റെ ഉള്ളിലേക്ക്, അതായത് നിലവിൽ എനിക്ക് എന്തൊക്കെ നോളജ് അറിയാം, നിലവിൽ എനിക്ക് എന്തൊക്കെ എക്സ്പീരിയൻസുകൾ ഉണ്ട്, നിലവിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, ആ നിലവിലുള്ള കൊഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് നമുക്കതിനെ വിളിക്കാം. ആ നിലവിലുള്ള കൊഗ്നിറ്റീവ് സ്ട്രക്ചറിന്റെ ഉള്ളിലേക്ക് പുതിയൊരു ഇൻഫർമേഷനെയും കൂടി നമ്മൾ കൊണ്ടുവരുന്നത്, മീനിങ് ഫുൾ ആയിട്ട് പുതിയൊരു ഇൻഫർമേഷനെയും കൂടി നമ്മൾ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ഇൻഫർമേഷനെയും കൂടി നമ്മുടെ ആ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓസ്ബെല് സബ്സംഷൻ എന്ന് വിളിച്ചത്. ആ ഒരു പ്രോസസ്സിനെയാണ് ഓസ്ബെല് സബ്സംഷൻ എന്നുള്ള പേരിൽ വിളിച്ചത്. അപ്പൊ അത് പ്രധാനപ്പെട്ടതാണ്, ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ഈ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? നമ്മൾ പറഞ്ഞു അഡ്വാൻസ് ഓർഗനൈസേഴ്സ് ആണ് പഴയതിനെയും പുതിയതിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഇനി ആ ഒരു പ്രോസസ്സിനെ, അതായത് പുതിയൊരു ഇൻഫർമേഷനെ നിലവിലുള്ള കൊഗ്നീറ്റീവ് സ്ട്രക്ചറിലേക്ക് കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെയും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ ഓസ്ബെൽ വിളിച്ച പേരാണ് സബ്സംഷൻ. യെസ്. ഇനി മറ്റൊരു ടെർമിനോളജിയും കൂടി ഓസ്ബെൽ കൊണ്ടുവരുന്നുണ്ട്, അത് സബ്സ്യൂമർ എന്നാണ്. സബ്സ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എക്സിസ്റ്റിംഗ് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ദാറ്റ് ആങ്കേഴ്സ് ന്യൂ ലേണിംഗ്. നിലവിലുള്ള കൊഗ്നിറ്റീവ് സ്ട്രക്ചർ എന്താണോ അതിനെയാണ് സബ്സ്യൂമർ എന്ന് വിളിച്ചത്. ഫോർ എക്സാമ്പിൾ, ഇതിന് എക്സാമ്പിൾ നമുക്ക് പറയാം. ഇവിടെ അതായത് ആനിമൽസ് എന്നുള്ളതാണ് സബ്സ്യൂമർ. അതായത് നിലവിൽ കുട്ടികൾക്ക് അറിയാം, നിലവിലുള്ള ഒരു കോൺസെപ്റ്റാണ് ആനിമൽസ്. ഇനി പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, അതായത് റെപ്റ്റൈൽസ് ആർ കോൾഡ് ബ്ലഡഡ് ആനിമൽസ്. പുതിയൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ പുതിയൊരു കോൺസെപ്റ്റ് കുട്ടികളിലേക്ക് കൊണ്ടുവരികയാണ്, റെപ്റ്റൈൽസ് ആർ കോൾഡ് ബ്ലഡഡ് ആനിമൽസ്. അപ്പൊ ഇവിടെ സബ്സ്യൂമർ എന്ന് പറയുന്നത് ആനിമൽസ് ആണ്. അതായത് ആനിമൽസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കുട്ടിക്ക് ഓൾറെഡി അറിയാം. ഈ അറിയാവുന്ന നോളജുമായി ചേർത്തുകൊണ്ട് പുതിയൊരു കോൺസെപ്റ്റ് റെപ്റ്റൈൽസ് ആർ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് എന്നുള്ള പുതിയൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുക സബ്സംഷൻ എന്ന് പറയുക. സബ്സംഷൻ എന്ന് പറയുക ആ ഒരു പ്രോസസ്സിനെയാണ് സബ്സംഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആനിമൽസ് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കൊഗ്നിറ്റീവ് സ്ട്രക്ചർ, ഓൾറെഡി ഉള്ള ഇൻഫർമേഷനെയാണ് നമ്മൾ സബ്സ്യൂമർ എന്ന് പറയുക. അതായത് അതിലേക്കാണ് നമ്മൾ പുതിയൊരു ആശയത്തെ, പുതിയൊരു കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുവരെ ആനിമൽസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരുന്ന കുട്ടിക്ക് ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലായി റെപ്റ്റൈൽസ് അതിൽ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. റെപ്റ്റൈൽസിനെ നമ്മൾ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പുതിയൊരു ഇൻഫർമേഷനും കൂടി കുട്ടിക്ക് ലഭിച്ചു. ഈ ഇൻഫർമേഷനെയാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സബ്സംഷൻ എന്നുള്ള പേരുമായിട്ട് എന്നുള്ള കോൺസെപ്റ്റിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സബ്സംഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രവർത്തനമാണ് അത്. അതായത് പുതിയ നോളജിനെ നമ്മൾ നിലവിലുള്ള നോളജുമായിട്ട്, നിലവിലുള്ള കൊഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് കണക്ട് ചെയ്യുന്ന, ലിങ്ക് ചെയ്യുന്ന പ്രോസസ്സാണ് സബ്സംഷൻ. തലയോട്ട് കേറത്തില്ല എന്റെ ചായ. ജോംലി ടീച്ചർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? യെസ്. അതിനെയാണ് നമ്മൾ സബ്സ്യൂമർ എന്ന് പറയുന്നത്. നിലവിലുള്ള കോൺസെപ്റ്റിനെയാണ് നമ്മൾ സബ്സ്യൂമർ എന്ന് പറയുന്നത്.
ഇനി സബ്സംഷൻ എവിടെയാണ് നടക്കുന്നത്? ലേണിങ്ങിന്റെ ഇടയിലാണ് നടക്കുന്നത്. അതായത് ലേണിംഗ് നടക്കുമ്പോഴാണ് സബ്സംഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. ഇനി സബ്സ്യൂമർ എപ്പോഴാണ്? സബ്സ്യൂമർ എന്ന് പറയുന്നത് ലേണിങ്ങിന് മുന്നേ കുട്ടിയിലുള്ള നോളജാണ് സബ്സ്യൂമർ. ലേണിംഗ് പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കുന്നതിന് മുൻപേ ഓൾറെഡി എന്താണോ നിലവിലുള്ളത് അതാണ് സബ്സ്യൂമർ എന്ന് പറയുന്നത്. ഇനി സബ്സംഷൻ എന്നുള്ള പ്രോസസ്സ് എപ്പോഴും ഒരു മീനിങ് ഫുൾ ലേണിംഗിലേക്ക് നയിക്കുന്നതാണ് സബ്സംഷൻ എന്നുള്ള പ്രോസസ്സ്. അതായത് പഴയതിനെയും പുതിയനെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുക. അപ്പോൾ സബ്സംഷൻ എന്നുള്ള പ്രോസസ്സ് എപ്പോഴും മീനിങ് ഫുൾ ലേണിങ്ങിന് സഹായിക്കുന്നു. എന്നാൽ സബ്സ്യൂമർ ആണെങ്കിലോ, സബ്സ്യൂമർ ആണ് ഈ സബ്സംഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് ഇഫക്റ്റീവ് ആക്കുന്നത്, അല്ലെങ്കിൽ അത് പോസിബിൾ ആക്കുന്നത് സബ്സ്യൂമർ ആണ്. നിലവിൽ എന്താണോ കുട്ടിക്ക് അറിയാവുന്നത്, നിലവിൽ കുട്ടിയുടെ നോളജ് എത്രമാത്രം ക്ലിയർ ആണ്, അല്ലെങ്കിൽ നിലവിലുള്ള കുട്ടിക്ക് എന്തുമാത്രം എക്സ്പീരിയൻസുകൾ ഉണ്ട്, നിലവിലുള്ള നോളജ് എത്രയും കോംപ്രിഹെൻസീവ് ആണ്, അതാണ് പുതിയ നോളജുകളെ കുട്ടിയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈസി ആക്കുന്നതും, അല്ലെങ്കിൽ പുതിയ പുതിയ നോളജുകളെ കണക്ട് ചെയ്യാനായിട്ട് കുട്ടിയെ പ്രാപ്തനാക്കുന്നതും നിലവിൽ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടിക്ക് അറിയാം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, സബ്സംഷനും സബ്സ്യൂമറും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇത് നമ്മൾ പറയുന്നതിന് കാരണം ഇത് പ്രധാനപ്പെട്ടതാണ്. സബ്സംഷൻ എന്നുള്ളത് എന്താണെന്നുള്ളത് ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. യെസ്. ഇനി അതുപോലെ തന്നെ ഹോസുബെല് എക്സ്പ്ലെയിൻ ചെയ്ത മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഹുക്കിംഗ്. അതായത് ഈ നമ്മളിപ്പോൾ പറഞ്ഞ അഡ്വാൻസ് ഓർഗനൈസർ, ഇതിനെയൊക്കെ നമുക്ക് ഹുക്കിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധിപ്പിക്കാം. അതായത് നമ്മൾ നിലവിലുള്ള കൊഗ്നിറ്റീവ് സ്ട്രക്ചർ എന്താണോ അതിനെ ന്യൂ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് മാറ്റാനായിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഹുക്ക് പോലെയാണ്. ഒരു ഹുക്ക് എങ്ങനെയാണ് പഴയതിനെയും പുതിയതിനെയും തമ്മിൽ കണക്ട് ചെയ്യാം, അങ്ങനെ ഒരു ഹുക്ക് പോലെയാണ് എപ്പോഴും അഡ്വാൻസ് ഓർഗനൈസേഴ്സ് പ്രവർത്തിക്കുന്നത്. ഒരു ഹുക്കിന്റെ രീതിയിലാണ് രണ്ടും തമ്മിലുള്ള ഒരു കണക്ഷൻ ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ഒരു പിക്ചറും കൂടി ഓസ്ബെല് മുന്നോട്ട് വെക്കുന്നുണ്ട്. യെസ്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്, ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ടൈപ്സ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്. ടൈപ്സ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്, എത്ര തരത്തിൽ അഡ്വാൻസ് ഓർഗനൈസേഴ്സ് ഉണ്ട്? അതിന് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് അഡ്വാൻസ് ഓർഗനൈസേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഒന്ന് എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസേഴ്സ്, രണ്ട് കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ്. എന്താണ് എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ? അപ്പോൾ രണ്ട് തരത്തിലുള്ള അഡ്വാൻസ് ഓർഗനൈസേഴ്സ് ഉണ്ട്. ഒന്ന് എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസറും രണ്ട് കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസറും. എന്ന് പറഞ്ഞാൽ എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയ അൺഫെമിലിയർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ പുതിയതുമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക്ക് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോട്ടോസിന്തസിസ് ആദ്യമായിട്ട് ടീച്ചർ ഫോട്ടോസിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കുട്ടികളോട് ടീച്ചർക്ക് പറയാം, പ്ലാന്റ്സ്, അതായത് ചെടികൾ, അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർക്ക് സൺലൈറ്റ് ആവശ്യമുണ്ട്, വാട്ടർ ആവശ്യമുണ്ട്, വായു ആവശ്യമുണ്ട്. അങ്ങനെ അതെല്ലാം കൊണ്ടാണ് അവർ പ്ലാന്റ്സ് അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ടീച്ചർക്ക് ഫോട്ടോസിന്തസിസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ വളരെ പുതിയതായിട്ടുള്ള ഒരു ഫോട്ടോസിന്തസിസ് എന്നുള്ളൊരു കോൺസെപ്റ്റ്, അവർക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, ന്യൂ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, ഈ ഒരു കോൺസെപ്റ്റ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപേ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ജനറൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളെയാണ് നമ്മൾ എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് അതിനുള്ള പുതിയ ആ ഒരു കോൺസെപ്റ്റ് അവർക്ക് മുന്നോട്ട് വെക്കാൻ വേണ്ടി, പുതിയൊരു കോൺസെപ്റ്റ് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ കുറച്ച് ജനറൽ കോൺസെപ്റ്റുകൾ അവരുടെ മുന്നിലേക്ക് വയ്ക്കുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും ടീച്ചർ അതൊന്നുകൂടെ ടീച്ചർ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു. ഈ പുതിയ ഇൻഫർമേഷന് വേണ്ടുന്ന
ഫൗണ്ടേഷൻ ആണ് ഈ എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കുട്ടികൾക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നതായിരിക്കണം എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസേഴ്സ്. അപ്പൊ പുതിയതായിട്ടുള്ളതും അൺഫെമിലിയർ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പുതിയ കോൺസെപ്റ്റിനെ ടീച്ചർ ക്ലാസ് റൂമിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ് റൂമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് അതിനു മുന്നേ അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, അതിനുള്ള ഒരു ഫൗണ്ടേഷൻ ഇൻഫർമേഷൻസ് ആയിട്ടും ആ ഇൻഫർമേഷൻ, ആ ഒരു കോൺസെപ്റ്റ്. ജിജി ടീച്ചർ, ജിജി ടീച്ചർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ മൈക്ക്? ഒരു മിനിറ്റ്. യെസ്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജിജി ടീച്ചർ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യുക. യെസ്. സോ ഇതാണ് എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ നമ്മളൊരു പുതിയ കോൺസെപ്റ്റ് അല്ലെങ്കിൽ വളരെ അൺഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവർക്ക് മുന്നിൽ വെക്കുന്ന കുറച്ചും കൂടി ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ, ഇതിനെയാണ് നമ്മൾ എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അതായത് ആ പുതിയ ഇൻഫർമേഷൻ അവർക്ക് എക്സ്പോസ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പും കൂടി ഉണ്ട്. അത് പറയുമ്പോൾ ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ് ആണ്. കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ എന്താണ്? കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മെറ്റീരിയലിനെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു അഡ്വാൻസ് ഓർഗനൈസറിനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പുതിയതായിട്ട് നമ്മൾ ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഇലക്ട്രോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യാണ്. അപ്പം നമുക്ക് കമ്പയർ ചെയ്യാം, അതായത് ഒരു സോളാർ സിസ്റ്റത്തിൽ എങ്ങനെയാണോ സണ്ണിനെ ചുറ്റി പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ആറ്റംസിനെ ചുറ്റി ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുവരാം. അപ്പോൾ ഒരു 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 അഡ്വാൻസ് ഓർഗനൈസർ പുതിയ ഒരു ഇൻഫർമേഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അഡ്വാൻസ് ഓർഗനൈസറിനെ ഒരു കമ്പാരിറ്റീവ് ലെവലിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതും ഇതും തമ്മിൽ ഇതിങ്ങനെയാണെങ്കിൽ അതങ്ങനെയാണ്, സോളാർ സിസ്റ്റം എങ്ങനെയാണോ അങ്ങനെയാണ് ആറ്റോമിക് സ്ട്രക്ചർ, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു കമ്പാരിറ്റീവ് എലമെൻ്റ് ഉണ്ട്. ഒന്നിനെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇൻഫർമേഷനെ പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇവ തമ്മിലുള്ള കമ്പാരിസണിലൂടെയാണ്. ഇതിനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് സിമിലർ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരുപോലെയുള്ള രണ്ട് കോൺസെപ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസേഴ്സ് യൂസ് ചെയ്യുക. ഇവിടെ പലപ്പോഴും നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസുകളും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് കുട്ടികൾക്ക് അത് ക്ലിയർ ആയിട്ട് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അത് ഇതും തമ്മിലുള്ള കൺഫ്യൂഷൻസ് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടും കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിന് വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ, ബയോളജിയൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ മൈറ്റോസിസ് പഠിപ്പിക്കുമ്പോൾ മൈറ്റോസിസും മിയോസിസും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇത് മൈറ്റോസിസ് ഇങ്ങനെയാണെങ്കിൽ മിയോസിസ് ഇങ്ങനെയാണ്, ഇത് തമ്മിൽ എങ്ങനെയായിരിക്കും? മിയോസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ മൈറ്റോസിസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇതിൽ നിന്നും ഇങ്ങനെയൊക്കെയാണ് മിയോസിസ് വ്യത്യസ്തമാകുന്നത് എന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ടീച്ചർക്ക് അതിനെ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റും. അപ്പം ഇത്തരത്തിൽ ഓൾറെഡി അറിയാവുന്ന ഒരു ഇൻഫർമേഷനിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു നോളജ് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു നോളജിനെ കമ്പയർ ചെയ്തുകൊണ്ട് പഠിപ്പിക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ പുതിയൊരു മെറ്റീരിയലിനെ പഴയതുമായി കമ്പയർ ചെയ്തുകൊണ്ട്
എക്സ്പ്ലെയിൻ ചെയ്യുന്ന അത്തരത്തിലുള്ള അഡ്വാൻസ് ഓർഗനൈസേഴ്സിനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് അഡ്വാൻസ് ഓർഗനൈസറിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ, അത് പുതിയ അല്ലെങ്കിൽ വളരെ അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി പറയുന്ന വളരെ ബ്രോഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളെയാണ് നമ്മൾ എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നതെങ്കിൽ, കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് കുട്ടിക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇൻഫർമേഷനുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് പുതിയൊരു ഇൻഫർമേഷനെ നമ്മൾ പ്രസന്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ടൈപ്സ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസേഴ്സിനെ പറ്റിയിട്ടാണ് ഓസ്ബൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒന്ന് എക്സ്പോസിറ്ററി അഡ്വാൻസ് ഓർഗനൈസർ, രണ്ട് കമ്പാരിറ്റീവ് അഡ്വാൻസ് ഓർഗനൈസർ. യെസ്, ഇനി ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതിൽ ഈ പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ, ഇത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. രണ്ട് പ്രിൻസിപ്പിളാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുക. അതിൽ പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ, അതായത് ഇപ്പോൾ ചേരുംപടി ചേർക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഓസ്ബല്, പിയാഷെ, ബ്രൂണർ, അങ്ങനെ കുറച്ച് ലേണിംഗ് തിയറിസ്റ്റിൻ്റെ പേര് കൊടുക്കും. അതിനിപ്പുറത്തെ സൈഡിൽ പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ, ദെൻ ഡിസ്കവറി ലേണിംഗ് അല്ലെങ്കിൽ സ്കീമ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് അറിയണം. അങ്ങനെ ഒരു ചോദ്യം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഓസ്ബലിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഓസ്ബലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എന്താണ് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിംഗ് ലേണിംഗ് മെറ്റീരിയൽ ഫ്രം ജനറൽ കോൺസെപ്റ്റ് ടു സ്പെസിഫിക് ഡീറ്റെയിൽ. അതായത് ഒരു ലേണിംഗ് മെറ്റീരിയൽ കുട്ടികൾക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു ഇൻഫർമേഷൻ കുട്ടികൾക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ, പുതിയൊരു കോൺസെപ്റ്റ് കുട്ടികൾക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളിൽ നിന്നും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിലുകളിലേക്ക് പോകുന്ന രീതിയിൽ വേണം എപ്പോഴും ലേണിംഗ് മെറ്റീരിയൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. ഒരു ജനറൽ കോൺസെപ്റ്റിൽ നിന്നും പതിയെ പതിയെ അതിൻ്റെ സ്പെസിഫിക് ഡീറ്റെയിൽസിലേക്ക് പോകുന്ന രീതിയിൽ. ഇതിനെയാണ് അദ്ദേഹം പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ എന്ന് വിളിച്ചത്. ഫോർ എക്സാമ്പിൾ, ലിവിങ് ഓർഗാനിസം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആദ്യം നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ പഠിക്കുക. ദെൻ അതിനുശേഷമാണ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് കുറച്ചും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തു. ലിവിങ് ഓർഗാനിസത്തെ കുറച്ചും കൂടിയും ഡിഫറൻഷിയേറ്റ് ചെയ്തു, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ദെൻ അതിനുശേഷമാണ് വെർട്ടിബ്രേറ്റ്സ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സ്, വീണ്ടും അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഒരു കോൺസെപ്റ്റിനെ എപ്പോഴും പ്രോഗ്രസീവായിട്ട്, അതായത് മുന്നോട്ട് പോവുകയാണ്. ലിവിങ് ഓർഗാനിസത്തിൽ നിന്നും പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിനുശേഷം വെർട്ടിബ്രേറ്റ്സ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും ലേണിംഗ് ഏറ്റവും മീനിങ് ആയി നടക്കണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിളായിട്ട് ഓസ്ബൽ പറയുന്നതാണ് ഇറ്റ് ഷുഡ് ബി ഇൻ പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ആയിട്ടുള്ള മാനറിൽ വേണം ലേണിംഗ് മെറ്റീരിയലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അത് എപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഒരു ജനറൽ കോൺസെപ്റ്റിൽ നിന്നും ഒരു കുറച്ചും കൂടി ബ്രോഡ് ആയിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ജനറൽ തലത്തിൽ നിന്നും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള തലങ്ങളിലേക്ക് പതിയെ പതിയെ കൂടുതൽ ഇൻഫർമേഷൻസിലേക്കും ഡീറ്റെയിൽസിലേക്കും വരുന്ന രീതിയിലാകണം. ഇതിനെയാണ് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ലേണേഴ്സ് എപ്പോഴും ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുക, ആദ്യം അവർക്ക് ബ്രോഡായിട്ടുള്ള ഐഡിയാസ് കൊടുത്തതിന് ശേഷം പതിയെ പതിയെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ലേണേഴ്സ് അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഏറ്റവും മീനിങ് ആയിട്ട് അവർ പഠിക്കുക. അതിനെയാണ് ഓസ്ബൽ വിളിച്ചത്, ആ ഒരു പ്രിൻസിപ്പിളെയാണ് അദ്ദേഹം വിളിച്ചത് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ എന്നുള്ളത്. യെസ്, രണ്ടാമത്തെ ഒരു പ്രിൻസിപ്പിളാണ് ഇൻറ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ. അപ്പോൾ ഈ രണ്ട് ടെർമിനോളജീസും നമുക്ക് മറക്കരുത്. പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് ഓസ്ബൽ കൊണ്ടുവന്നതാണ്. ഒന്ന് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ, രണ്ട് ഇൻറ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ. എന്താണ് ഇൻറ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ? ഇൻറ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ it refers to linking new concept with existing concept by highlighting similarities, differences and relationship and resolving inconsistencies. അതായത് ഒരു പുതിയ കോൺസെപ്റ്റിനെ
കുട്ടികളുടെ മുന്നിലേക്ക് കുട്ടികളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് എപ്പോഴും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിലവിലുള്ള കോൺസെപ്റ്റുകളെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലവിലുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചിട്ട് അവർക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിലവിലുള്ള കോൺസെപ്റ്റുകളുമായിട്ടുള്ള സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുക. നിലവിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യുക. അതുവരെ പഠിച്ച മറ്റ് റിലേഷൻഷിപ്പുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തുക. അങ്ങനെ ഈ ഒരു പുതിയ കോൺസെപ്റ്റുമായിട്ട് ഏതൊക്കെ രീതിയിൽ ടീച്ചർക്ക് ബന്ധിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചുറ്റുമുള്ള നോളജുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കോൺസെപ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസുകൾ, റിലേഷൻഷിപ്പ്, എന്തൊക്കെ കാര്യങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാമോ, അതെല്ലാം ലിങ്ക് ചെയ്തുകൊണ്ട് വേണം ഈ ഒരു കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഇതിനെയാണ് ഇൻ്റഗ്രേറ്റീവ് റീകൺസിലിയേഷൻ എന്ന് ഓസ്ബെല് വിളിച്ചത്. ഇതെപ്പോഴും ലേണേഴ്സിന് പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ ഇൻഫർമേഷൻസ് ഓൾറെഡി ഉള്ള നോളജുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കും. മാത്രവുമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺഫ്യൂഷൻസ് മാറാനായിട്ടും കുട്ടികളെ സഹായിക്കും. ഇതിനെയാണ് ഓസ്ബെല് ഇൻ്റഗ്രേറ്റീവ് റീകൺസീലിയേഷൻ എന്ന് വിളിച്ചത്. ഫോർ എക്സാമ്പിൾ, ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, സ്പീഡും വെലോസിറ്റിയും ക്ലാസ്സിൽ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു. ദെൻ അതിനുശേഷം ടീച്ചർ ഇതിനെ പരസ്പരം അത് എങ്ങനെ അതൊക്കെ സിമിലർ ആയിരിക്കുന്നു, എങ്ങനെ സ്പീഡും വെലോസിറ്റിയും സിമിലർ ആയിരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ സ്പീഡും വെലോസിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കുന്നു, ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കോൺസെപ്റ്റുകളെല്ലാം ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റീവ് റീകൺസീലിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ആശയങ്ങൾ, മറ്റ് കോൺസെപ്റ്റുകളെല്ലാം ഈ സമയത്ത് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പരസ്പരമുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതിനെല്ലാം ചേർത്ത് വയ്ക്കുമ്പോഴാണ് പുതിയൊരു കോൺസെപ്റ്റ് അത് ഏറ്റവും ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കുട്ടികൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ഏറ്റവും മീനിങ് ഫുൾ ആയിട്ട് അവർക്ക് ലേൺ ചെയ്യാനായിട്ട് സാധിക്കാം. ഇതിനെയാണ് ഇൻ്റഗ്രേറ്റീവ് റീകൺസീലിയേഷൻ എന്ന് പറയുന്നത്. പുതിയൊരു ഇൻഫർമേഷനെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, പുതിയൊരു കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിലവിലുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചും അല്ലെങ്കിൽ നിലവിൽ കുട്ടിക്ക് അറിയാവുന്ന കോൺസെപ്റ്റുമായി ഇതിനുള്ള ബന്ധം എന്താണ്, ഇതിനുള്ള ഡിഫറൻസ് എന്താണ്, ഇതിനുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്യുകയും അതിനെയും കൂടെ ചേർത്ത് വെച്ച് ഈ ഒരു കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഇൻ്റഗ്രേറ്റീവ് റീകൺസീലിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് ഓസ്ബെൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒന്ന് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ലേണിംഗ്, ജനറലിൽ നിന്നും ഒരു സ്പെസിഫിക്കിലേക്കുള്ള വളർച്ച പതിയെ പതിയെ പ്രോഗ്രസീവ് ആയിട്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരണം. ദെൻ ഇൻ്റഗ്രേറ്റീവ് റീകൺസീലിയേഷൻ, എല്ലാത്തിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ ആയിരിക്കണം അവിടെ നടക്കുന്നത്. പുതിയ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അറിയാവുന്ന മറ്റ് കോൺസെപ്റ്റുകളുമായിട്ടുള്ള എങ്ങനെ അത് പൊരുത്തപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് അതിലുണ്ട്, എന്തൊക്കെ ഡിഫറൻസുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ പരസ്പരം ലിങ്ക് ചെയ്തുകൊണ്ട് പുതിയൊരു കോൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഇൻ്റഗ്രേറ്റീവ് റീകൺസീലിയേഷൻ എന്ന് പറയുക. അപ്പോൾ ഇതാണ് രണ്ട് കോൺസെപ്റ്റുകൾ ഓസ്ബെൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഓസ്ബെല്ലിന്റെ മീനിങ് വെർബൽ ലേണിംഗ് തിയറി അല്ലെങ്കിൽ റിസപ്ഷൻ ലേണിംഗ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ മറ്റ് പ്രീവിയസ് ഇയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ചാറ്റ് ബോക്സിൽ എല്ലാവരും ടൈപ്പ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഇൻ ഡേവിഡ് ഓസ്ബെൽസ് തിയറി കണക്റ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ ടു ആൻ എക്സിസ്റ്റിംഗ് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഈസ് കോൾഡ്.
യെസ്, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. യെസ്, ഓപ്ഷൻ എ ആണ്. സബ്സംഷൻ ആണ് കണക്ടിങ് ന്യൂ ഇൻഫർമേഷൻ ടു ആൻ എക്സിസ്റ്റിംഗ് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ. പുതിയൊരു ഇൻഫർമേഷനെ നിലവിലുള്ള കൊഗ്നിറ്റീവ് സ്ട്രക്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്സംഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ കുറച്ച് സമയം ഇനി PYQവും കൂടെ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ വൈഗോട്സ്കിയുടെ കൺസ്ട്രക്റ്റിവിസവും കൂടി ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ചാറ്റിൽ എല്ലാവരും ടൈപ്പ് ചെയ്യാം. Which of the following factors does not typically influence a child's development? യെസ്, ഓപ്ഷൻ ഡി ആണ്, സൂപ്പർസ്റ്റിഷൻ ആണ്. നമുക്കറിയാവുന്നതാണ്. അതിൽ കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഫാക്ടർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ന്യൂട്രീഷൻ ഇൻഫ്ലുവൻസ് ചെയ്യും, എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യും, ജെനറ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യും, പക്ഷേ സൂപ്പർസ്റ്റിഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. യെസ്, അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഗാർഡിംഗ് എൻവയോൺമെന്റ് ഈസ് നോട്ട് ട്രൂ? ട്രൂ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ എന്താണോ ഇതിന്റെ ആൻസർ ആയിട്ട് തോന്നുന്നത് അത് ടൈപ്പ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഗാർഡിംഗ് എൻവയോൺമെന്റ് ഈസ് നോട്ട് ട്രൂ? ട്രൂ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഓപ്ഷൻ സി ആണ്, കറക്റ്റ് ആണ്. എൻവയോൺമെന്റ് ഈസ് ഓൺലി ദ ഫിസിക്കൽ സറൗണ്ടിങ്സ്. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. അപ്പൊ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് സ്റ്റാർട്ട്സ് ഫ്രം ബർത്ത്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എൻവയോൺമെന്റ് ഈസ് യുണീക്ക് ടു ഈച്ച് ഇൻഡിവിജ്വൽ, എല്ലാ ഇൻഡിവിജ്വൽസിനും എൻവയോൺമെന്റ് യുണീക്ക് ആയിരിക്കും, അത് കറക്റ്റ് ആണ്. Then option D, environment includes the thoughts and attitudes of others. മറ്റുള്ളവരുടെ തോട്ട്സും ആറ്റിറ്റ്യൂഡ്സും ചേരുന്നതാണ് എൻവയോൺമെന്റ്, കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഡെവലപ്മെന്റ് പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് ആസ്പെക്റ്റുകളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് എന്നാണ് പഠിക്കുക. ഒന്ന് ഹെറിഡിറ്റിയും, രണ്ട് എൻവയോൺമെന്റും. ഹെറിഡിറ്റി എന്ന് പറയുന്നത് പാരമ്പര്യം, കുട്ടിക്ക് പാരൻസിൽ നിന്ന് ലഭിക്കുന്ന ജീനുകൾ വഴി ലഭിക്കുന്ന എല്ലാം ഹെറിഡിറ്റി പരമായിട്ട് വലിക്കുന്ന. കുട്ടി ഒരുപക്ഷെ ഇന്റലിജൻസ് ആകാം, അല്ലെങ്കിൽ ഹൈറ്റ്, അല്ലെങ്കിൽ ബോഡി ഷേപ്പ്, കളർ, ഇതെല്ലാം ഹെറിഡിറ്റിയിൽ നിന്ന് ലഭിക്കുന്നതാണ്, പാരമ്പര്യമായിട്ട് ലഭിക്കുന്നതാണ്. അത് ഡെവലപ്മെന്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. മറ്റൊന്നാണ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്ന് പറയുന്നത്
അത് കുട്ടിയുടെ ചുറ്റുപാടുകളാണ്. ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉൾപ്പെടാം? അതിൽ ചുറ്റുമുള്ളവരുടെ തോട്ട്സും ആറ്റിറ്റ്യൂഡ്സും അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ് എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ എൻവയോൺമെന്റ് എന്നുള്ളത് ഇതിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ സറൗണ്ടിങ്സ് മാത്രമല്ല. ഫിസിക്കൽ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വീട്, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ അയൽപ്പക്കം എന്ന് പറയുന്ന ഫിസിക്കൽ സറൗണ്ടിങ്സ് മാത്രമല്ല, മറിച്ച് നമ്മുടെ ചുറ്റുമുള്ളവരുടെ തോട്ട്സും ആറ്റിറ്റ്യൂഡ്സും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തന്നെ എക്കണോമിക് സെറ്റപ്പ് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മുടെ എൻവിയോൺമെന്റിൽ ഉൾപ്പെടുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഹെറിഡിറ്റിയും എൻവിയോൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ ആ ഒരു രീതിയിൽ ആലോചിച്ച് ആൻസർ ചെയ്യാം. യെസ്. അടുത്ത ചോദ്യം, ബയോളജിക്കൽ മോഡൽ ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. Biological model of intellectual development is associated with. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബയോളജിക്കൽ മോഡൽ പ്രപ്പോസ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നമുക്ക് കേട്ടിട്ട് എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമുക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ എഴുതാം. ശരിയെന്ന് തോന്നുന്നത് നമുക്ക് എഴുതാം. അപ്പൊ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ടൈപ്പ് ചെയ്യാം. യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇത് 2024 ഏപ്രിലിൽ ചോദിച്ച ചോദ്യമാണ്. ബയോളജിക്കൽ മോഡൽ ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. നമ്മൾ പിയാഷയുടെ തിയറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ, പിയാഷയുടെ തിയറിയിൽ നമ്മൾ പറഞ്ഞതാണ് സ്കീമ സ്കീമ എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടും അസിമിലേഷൻ, അക്കോമഡേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നില്ലേ? പിയാഷെ നമ്മൾ ഡെവലപ്മെന്റൽ തിയറീസിൽ എക്സ്പ്ലെയിൻ ചെയ്തതല്ലേ? യെസ്. അപ്പൊ അതിനെയാണ് ആം, അതിനെയാണ് ബയോളജിക്കൽ മോഡൽ ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിച്ചത്. അതായത് പിയാഷെ ആണ് കൊഗ്നിറ്റീവ് സ്ട്രക്ചറിന്റെ ഒരു ബയോളജിക്കൽ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത്. കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ പല സ്കീമകളും ചേർന്നാണ് ഒരു വ്യക്തിയുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ രൂപപ്പെടുന്നത്. ഈ സ്കീമയിലേക്ക് പുതിയൊരു ഇൻഫർമേഷൻ എങ്ങനെയാണ് വരുന്നത്, അസിമിലേഷൻ എന്താണ്, ആ പുതിയൊരു ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞിട്ട് ആ സ്കീമ ചേഞ്ച് ആവുന്ന അക്കോമഡേഷൻ എന്താണ്, ഈക്വിലിബ്രേഷൻ എന്താണ് എന്നുള്ള പ്രോസസ്സുകളെ പറ്റിയിട്ടും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് പിയാഷെ. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ഇന്റലക്ച്വൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബയോളജിക്കൽ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത് പിയാഷെ ആണ്. സോ ജീൻ പിയാഷെ ആണ് ആൻസർ. യെസ്. Then, the primary purpose of using observation techniques in education is. ഇത് കുറച്ചും കൂടി ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും നമ്മൾ അഡോളസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് അഡോളസൻസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. ദ പ്രൈമറി പർപ്പസ് ഓഫ് യൂസിങ് ഒബ്സർവേഷൻ ടെക്നിക്സ് ഇൻ എഡ്യൂക്കേഷൻ ഈസ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാം. എല്ലാവരും ചാറ്റ് ബോക്സിൽ ആൻസർ ടൈപ്പ് ചെയ്യുക.
യെസ്, ദ പ്രൈമറി പർപ്പസ് ഓഫ് യൂസിങ് ഒബ്സർവേഷൻ ടെക്നിക് ഇൻ എഡ്യൂക്കേഷൻ ഈസ് ഓപ്ഷൻ ബി ആണ്, കറക്റ്റ് ആണ്, ടു അസസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സ്റ്റുഡൻറ് ബിഹേവിയർ. ഒബ്സർവേഷൻ ടെക്നിക്ക് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഏറ്റവും നമ്മൾ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. മറ്റു ഓപ്ഷൻസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയാവുന്ന ഓപ്ഷൻസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഓപ്ഷൻ എ പറയുന്നത് ടു പ്രിവെന്റ് സ്റ്റുഡൻറ് റിവൽറി, കുട്ടികൾ തമ്മിലുള്ള ശത്രുത അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതാണ് ഒബ്സർവേഷൻ ടെക്നിക്ക്, അതല്ല. ദെൻ ഓപ്ഷൻ സി ടു ഗീവ് ഫീഡ്ബാക്സ് ടു പാരൻസ്, പാരൻസിന് ഫീഡ്ബാക്ക് നൽകാൻ വേണ്ടിയിട്ട് മാത്രം അല്ല. ദെൻ ഓപ്ഷൻ ഡി ടു അസൈൻ ഹോംവർക്ക്, ഹോംവർക്കുകൾ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്സർവേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക, അല്ല. ദെൻ ഓപ്ഷൻ ബി ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ, ടു അസസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സ്റ്റുഡൻറ് ബിഹേവിയർ, കുട്ടികളുടെ ബിഹേവിയറിനെ പറ്റിയിട്ട് അതിനെ അസസ് ചെയ്യാനും അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനും അതിനെ വാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്സർവേഷൻ ടെക്നിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ്, അതിൻ്റെ പ്രൈമറി പർപ്പസ് അതാണ്. യെസ്, നെക്സ്റ്റ് മെയ് 2025 ചോദിച്ച ചോദ്യമാണ്, സെലക്ട് ഫോം ഓഫ് ഒബ്സർവേഷൻ ദാറ്റ് മിനിമൈസസ് ഒബ്സർവർ ബയാസ്. ഒബ്സർവർ ബയാസ് ഏറ്റവും മിനിമൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് രീതിയിലുള്ള ഒബ്സർവേഷൻ ഇതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒബ്സർവേഷനെ പറ്റിയിട്ട്, ഒബ്സർവേഷൻ ഒരു ടെക്നിക്കാണ് കുട്ടികളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ, അസസ് ചെയ്യാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഒബ്സർവർ ബയാസ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം ആൻസേഴ്സ്. യെസ്, ആൻസർ ഓപ്ഷൻ ഡി ആണ്. കുറേ പേര് തെറ്റിപ്പോയി. സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ വിത്ത് ക്ലിയർ പ്രോട്ടോകോൾസ് ആണ്. യെസ്, ഇത് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. 2 രീതിയിലുള്ള ഒബ്സർവേഷൻ ആണ് പ്രധാനമായിട്ടും, 2 ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ് ഉള്ളത്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വളരെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കുട്ടികളെ നമ്മൾക്ക് അസസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുമുള്ള ഒരു രീതിയാണ് ഒബ്സർവേഷൻ. അവരെ നിരീക്ഷിക്കുന്നത് വഴി അവരുടെ ക്ലാസ് റൂമിനകത്തുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് ഡിസ്കഷനിലുള്ള അവരുടെ പെരുമാറ്റം, അല്ലെങ്കിൽ കളികൾ കളിക്കുമ്പോൾ അവരുടെ പെരുമാറ്റം, ഇതെല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്തുകൊണ്ട് ടീച്ചർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം 2 രീതിയിലുള്ള ഒബ്സർവേഷൻ ഉണ്ട്. ഒന്നാണ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. എന്താണ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ? സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കുട്ടികളുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുമ്പോൾ അത് വളരെ പ്ലാൻഡ് ആയിട്ടും അതുപോലെ തന്നെ വളരെ കൺട്രോൾഡ് കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടും പ്രീ ഡിറ്റർമൈൻഡ് കാറ്റഗറീസ്, ചെക്ക് ലിസ്റ്റുകൾ, റേറ്റിംഗ് സ്കെയിലുകൾ, ഇതൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് അതിന് ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യമാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നേരത്തെ കൂട്ടി ടീച്ചർ റെഡിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അതിന് കൃത്യമായിട്ടുള്ള സ്കെഡ്യൂളുകൾ ഉണ്ടാവും, പ്രോട്ടോകോളുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാവും.
അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷനിൽ. അപ്പൊ സ്ട്രക്ചേർഡ് ഒബ്സർവേഷനിലാണ് ഒബ്സർവർ ബയാസ് ഏറ്റവും മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക. ഒബ്സർവർ ബയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവർ ബയാസ് എന്ന് പറഞ്ഞാൽ അതായത് ഇത് ഒബ്സർവ് ചെയ്യുന്ന ടീച്ചർക്ക് ചിലപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് അവനല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, എനിക്കിത് അറിയായിരുന്നു, അവൻ അങ്ങനെ ചെയ്യും, അവന്റെ സ്വഭാവം അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒബ്സർവറിന് ചിലപ്പോൾ ബയാസ് ഉണ്ടാകാം. ചില കുട്ടികളോട് പ്രത്യേകിച്ച് ചിലപ്പോൾ ഒരു താല്പര്യം തോന്നാം, അല്ലെങ്കിൽ മറ്റു കുട്ടികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ കുറിച്ച് മറ്റു രീതിയിൽ വേണമെങ്കിൽ ഒരു ഓൾറെഡി അറിയാവുന്ന ഒരു രീതി വെച്ചിട്ട് ടീച്ചർക്ക് അവരെ ചിലപ്പോൾ ഒന്ന് ജഡ്ജ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഒബ്സർവർ ബയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഇതില് ഒരു തരത്തിലും ടീച്ചറുടെ ബയാസ് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ടീച്ചർ ഇവിടെ യൂസ് ചെയ്യുക ചെക്ക് ലിസ്റ്റുകളാണ്. അതായത് ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കെടുത്തോ, ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്യുന്നു, പങ്കെടുത്തു, എത്ര തവണ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു, 2 തവണ, അപ്പൊ അത് ടിക്ക് ഇടുന്നു. അപ്പൊ അങ്ങനെ കൃത്യമായിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ റേറ്റിംഗ് സ്കെയിൽ ഉണ്ടാവും. കുട്ടി ക്ലാസ്സിൽ എത്ര ശ്രദ്ധയോടെ പെരുമാറി, വളരെ ശ്രദ്ധയോടെ, ശ്രദ്ധ കുറഞ്ഞു, തീരെ ശ്രദ്ധയില്ല, അപ്പൊ അതിലേതാണോ അത് ടിക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ റേറ്റിംഗ് സ്കെയിലുകൾ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ചേർത്തിട്ടാണ് ഇങ്ങനെയാണ് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. ഈ സ്ട്രക്ചേർഡ് ഒബ്സർവേഷനിൽ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷനുകളിലാണ് അത് നമ്മൾ യൂസ് ചെയ്യുക. പ്രത്യേകിച്ചും നമ്മൾ ഇപ്പോൾ ഒരു റിസർച്ച് നടത്തുകയാണെങ്കിലൊക്കെ നമുക്ക് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ആണ് കൂടുതലും യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ വേണമെങ്കിൽ ക്ലാസ്സുകൾ അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അവിടെ ഓരോരുത്തരുടെയും പെരുമാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു അതെല്ലാം ടിക്ക് ചെയ്യുന്നു. അതിനുള്ള ഒബ്ജക്റ്റീവുകൾ നേരത്തെ റെഡിയാക്കി കൊണ്ടുവരുന്നു. അപ്പൊ ഇതെല്ലാം സ്ട്രക്ചേർഡ് ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കും, അതിന് ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവുകൾ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ വളരെ പ്ലാൻഡ് ആയിട്ട് വളരെ കൺട്രോൾഡ് കണ്ടീഷൻസിൽ നമ്മൾ ചെക്ക് ലിസ്റ്റുകളും റേറ്റിംഗ് സ്കെയിലുകളും അതെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒബ്സർവേഷനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇത് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ബിഹേവിയേഴ്സ് കുട്ടികളുടെ പഠിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ അഗ്രഷൻ എന്തുണ്ട്, കുട്ടികളുടെ ലീഡർഷിപ്പ്, അവരുടെ സോഷ്യൽ ഇന്ററാക്ഷൻ, ഇതെല്ലാം നമ്മൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അതല്ലെങ്കിൽ ഒരു റിസർച്ച് സെറ്റപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ മെത്തേഡാണ് ഏറ്റവും അധികമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇത് വളരെ സയന്റിഫിക് ആണ്, വളരെയധികം റിലയബിൾ ആണ്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്, പേഴ്സണൽ ബയാസ് അല്ലെങ്കിൽ ഒബ്സർവർ ബയാസ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് സ്ട്രക്ചേർഡ് ഒബ്സർവേഷനിലാണ്. യെസ്. ഇനി രണ്ടാമത് പറഞ്ഞൊരു ടൈപ്പാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മൾ അവരുടെ ഒരു നാച്ചുറൽ എൻവയോൺമെന്റിൽ, അതായത് ഒരു പക്ഷെ കുട്ടികളുടെ കളിസ്ഥലത്തിലായിരിക്കാം, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷന്റെ സമയത്തായിരിക്കാം, എപ്പോഴും വേണമെങ്കിലായിരിക്കാം. അവരൊരു നാച്ചുറൽ എൻവയോൺമെന്റിലായിരിക്കുന്ന സമയത്ത് അവരെ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒബ്സർവേഷൻ നടക്കുന്നത് വളരെ റിയൽ ആയിട്ടുള്ള സിറ്റുവേഷനുകളിലായിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് ഒരു കൺട്രോൾഡ് സിറ്റുവേഷനോ അല്ലെങ്കിൽ പ്രത്യേകം സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് റൂമുകളിൽ ഒബ്സർവേഷന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫോർമാറ്റുകളോ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സെറ്റപ്പുകളോ ഒന്നും ഇല്ലാതെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സെറ്റപ്പിലാണ് അവിടെ ഒബ്സർവേഷൻ നടക്കുക. അപ്പൊ അവിടെ ബിഹേവിയർ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും കുട്ടികളുടെ, അല്ലെങ്കിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കൺട്രോളുകൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി എന്താണോ അവർക്ക് തോന്നുന്നത്, ഇപ്പൊ കളിക്കുന്നതിന്റെ ഇടയിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരെ കളിക്കുമ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും അതുപോലെ തന്നെ അവർ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ നിന്നുകൊണ്ട് കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നതാണ്. അപ്പൊ അവരുടെ റിയൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, അവരുടെ ആക്ച്വൽ ബിഹേവിയേഴ്സ് എവരുടെ ലൈഫിൽ എങ്ങനെയായിരിക്കും, അവരുടെ ഇന്ററാക്ഷൻസ് എങ്ങനെയൊക്കെയാണ്, അവരുടെ ഹാബിറ്റുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ യൂസ് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്ത് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷനിൽ നമ്മൾ പറയുന്ന ഒരു ലിമിറ്റേഷൻ ആണ് ഒബ്സർവർ ബയാസ്. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷനിൽ ഒബ്സർവർ ബയാസ് പോസിബിൾ ആണ്. കാരണം ഒബ്സർവ് ചെയ്യുന്ന ആളുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ വേണമെങ്കിൽ മാറാം. ഒബ്സർവ് ചെയ്യുന്ന ആള് എങ്ങനെയാണ് ആ കുട്ടിയെ കാണുന്നത്, അതിൽ കുറച്ചൊക്കെ വേണമെങ്കിൽ അതിലെ ബയാസൊക്കെ ഉൾപ്പെടാം.
സോ ഫോർ എക്സാമ്പിൾ കുട്ടികൾ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കുന്നത്, ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ, ക്ലാസ് റൂമിൽ ഇന്ററാക്ട് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് നാച്ചുറലിസ്റ്റിക് ആയിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: സെലക്ട് ദ ഫോം ഓഫ് ഒബ്സർവേഷൻ ദാറ്റ് മിനിമൈസസ് ഒബ്സർവർ ബയാസ്. ഒബ്സർവർ ബയാസ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന അത് ഏതാണ്? നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ വിത്ത് പ്രോട്ടോകോൾസ് 2, അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ 3, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഓൺലി 4, സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ വിത്ത് ക്ലിയർ പ്രോട്ടോകോൾസ്. സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ആണ് എപ്പോഴും ഒബ്സർവർ ബയാസ് ഏറ്റവും അധികം കുറഞ്ഞിരിക്കുന്നത്. യെസ്. Then അടുത്ത ചോദ്യം: an interview question that encourages elaboration and deeper reflection is. An interview question that encourages elaboration and deeper reflection is. ആൻസർ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. യെസ്, 2025 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ആൻസർ സി ആണ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, ഓപ്പൺ എൻഡഡ് ഇന്റർവ്യൂ. അപ്പോൾ ഓപ്പൺ എൻഡഡ് ക്ലോസ്ഡ് എൻഡഡും എന്താണെന്നുള്ളത്, ഇന്റർവ്യൂ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ഓപ്പൺ എൻഡഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ അല്ല, ആദ്യം ക്ലോസ്ഡ് എൻഡഡ് ഇന്റർവ്യൂ എന്താന്ന് പറയാം. ക്ലോസ്ഡ് എൻഡഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കൃത്യമായിട്ട് അതിൽ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ 1, 2, 3, 4, 5 ചോദ്യങ്ങളാണെങ്കിൽ 5 ചോദ്യം. ആ 5 ചോദ്യം ക്ലിയർ ആയിട്ട് എന്താണോ ചോദ്യം എന്നുള്ളത് ക്ലിയർ ആയിട്ട് ചോദ്യം ഉണ്ടാവും. അപ്പം അതിൻ്റെ ആൻസറും അതിന് മാത്രമുള്ള ആൻസർ മതി. ക്ലോസ്ഡ് എൻഡഡ് ആണ്. ആ ചോദ്യം, ആ ഉത്തരം, അത്രയേ ഉള്ളൂ. ഇനി ഓപ്പൺ എൻഡഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ എൻഡഡ് ഇന്റർവ്യൂ ആണെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, അപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന ആള് റെസ്പോണ്ട് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ അതുമായി ചേർന്ന് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ പോയപ്പോൾ അങ്ങനെയായിരുന്നു, അപ്പോൾ അതിന്റെ പ്രത്യേകതകൾ ഒന്നും കൂടെ ഒന്ന് വിശദമാക്കാമോ? അവിടെ എത്രമാത്രം അതിനെ കുറിച്ചിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ഒന്ന് പറയാമോ? അപ്പം അങ്ങനെ കുറച്ചും കൂടി അവിടെ അതിനുള്ള സാധ്യതകളുണ്ട്. വീണ്ടും വീണ്ടും അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീപ്പറായിട്ടുള്ള ഇലാബറേഷനും റിഫ്ലക്ഷനും കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് എപ്പോഴും തരത്തിലുള്ള ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആണ്. ക്ലോസ്ഡ് എൻഡഡ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, അതിൻ്റെ ഉത്തരം, അടുത്ത ചോദ്യം, അടുത്ത ഉത്തരം. അപ്പം 5 ചോദ്യമാണെങ്കിൽ 5 ചോദ്യം ഉത്തരം കഴിഞ്ഞു, അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇല്ല. പക്ഷെ ഓപ്പൺ എൻഡഡ് ആണെങ്കിൽ 5 ചോദ്യങ്ങളാണ് ഏകദേശം നമ്മൾ പ്ലാൻ ചെയ്തതെങ്കിൽ വീണ്ടും അത് ചോദ്യങ്ങൾ കൂടാം, കുറയാം, അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ മാറാം. കറക്റ്റ് ചോദ്യങ്ങൾ എഴുതി വെച്ച് തന്നെ ചോദിക്കണം എന്നില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ എൻഡഡ് ഇന്റർവ്യൂസ് ആണ് എപ്പോഴും ഡീപ്പർ ആയിട്ടുള്ള റിഫ്ലക്ഷൻസിലേക്കും ഇലാബറേറ്റഡ് ആയിട്ടുള്ള നെറേറ്റീവ്സിലേക്കൊക്കെ നയിക്കുന്നത് ഓപ്പൺ എൻഡഡ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. യെസ്. അടുത്ത ചോദ്യം: എ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ് ഫോർ അസസിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് along behavioral dimensions is. ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ആൻസറിലേക്ക് എത്താം. എ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ് ഫോർ അസസിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അസസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അലോങ് ബിഹേവിയറൽ ഡയമെൻഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എന്താണെന്നാണ് ചോദ്യം.
യെസ്, ഇതിന്റെ ആൻസർ ബി ആണ്. പേപ്പർ പെൻസിൽ ടെസ്റ്റുകളാണ്. ഇത് 2018 ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഉം, ഇവിടെ ചോദ്യം ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പെരിസ്കോപ്പ് അല്ല, പെരിസ്കോപ്പ് അതിന് വേണ്ടിയിട്ടുള്ളതല്ല, നമുക്കറിയാം. സ്റ്റെതസ്കോപ്പ് അല്ല. ദെൻ കോംപ്രഹെൻഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 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 ഉം, ഒരു കാര്യം കൊടുത്തിട്ട് അതിനെ കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കോംപ്രഹെൻഷൻ ടെസ്റ്റുകളിൽ യൂസ് ചെയ്യാൻ പറയുക. ദെൻ പേപ്പർ പെൻസിൽ ടെസ്റ്റുകളാണ് ഏറ്റവും നന്നായിട്ട് ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ മനസ്സിലാക്കാനായിട്ടും ബിഹേവിയറൽ ഡയമെൻഷൻസ് മനസ്സിലാക്കാനായിട്ട് നമ്മൾക്ക് സഹായിക്കുന്ന ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്. അവർക്ക് പേപ്പറും പെൻസിലും കൊടുക്കുന്നു. ചിലപ്പോൾ ചില ചോദ്യങ്ങൾ അവർക്ക് എന്തെങ്കിലും വരയ്ക്കാനായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം. അപ്പോൾ അത് അവർ വരയ്ക്കുന്നു. അപ്പോൾ ഈ വരയ്ക്കുന്നത് അനുസരിച്ച് അവരുടെ ബിഹേവിയർ ഡയമെൻഷൻസ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ചിലപ്പോൾ ചില ചോദ്യങ്ങൾ എഴുതാനായിരിക്കും. അപ്പൊ അത് എഴുതുന്നത് വഴി അല്ലെങ്കിൽ അവരുടെ കൈയക്ഷരങ്ങൾ വഴി ഇതിലൂടെ എല്ലാം ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ മനസ്സിലാക്കാനും അവരുടെ ബിഹേവിയറൽ ഡയമെൻഷൻസ് മനസ്സിലാക്കാനായിട്ടും നമുക്ക് സാധിക്കും. സോ പേപ്പർ പെൻസിൽ ടെസ്റ്റുകളാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കാനുള്ള ഏറ്റവും ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which brain region crucial for emotional processing undergoes significant development during adolescence? അഡോളസെൻസിലെ ബ്രെയിനിലെ ഏത് റീജിയൻ ആണ് ഏറ്റവും അധികം ഡെവലപ്മെന്റിന് വിധേയമാകുന്നത്? അതായത് ഇമോഷണൽ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ബ്രെയിനിലെ റീജിയൻ ആണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. യെസ്, ആൻസർ സി ആണ്, അമിഗ്ഡാലയാണ്. അഡോളസെൻസിലെ ചേഞ്ച് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു ബ്രെയിൻ റീജിയൻ എന്ന് പറയുന്നത് അമിഗ്ഡാലയാണ്. 2024 ഏപ്രിലിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അമിഗ്ഡാല, യെസ്. സോ നമുക്കിനി അടുത്തൊരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അടുത്ത ഒരു തിയറിയും കൂടെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതും കൂടെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്, വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അതും നമ്മൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് വ്യൂസ് ഓഫ് ലേണിംഗിൽ നമ്മൾ പഠിക്കുന്ന ഒന്നാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ബൈ വൈഗോട്സ്കി വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റ് ആണ്. പിയാഷയുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന തന്നെ അതേ ഒരു കാലഘട്ടങ്ങളിൽ വർക്ക് ചെയ്ത ഒരു സൈക്കോളജിസ്റ്റും കൂടിയാണ് വൈഗോട്സ്കി. ലെവ് സെമണോവിച്ച് വൈഗോട്സ്കി, ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ് വൈഗോട്സ്കി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഈ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ അദ്ദേഹം പറയുന്ന ചില ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് കുട്ടികൾ എപ്പോഴും ചിൽഡ്രൻ കൺസ്ട്രക്ട് നോളജ്, കുട്ടികൾ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻസിലൂടെയാണ് കുട്ടികൾ എപ്പോഴും നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പുതിയൊരു കാര്യം കൺസ്ട്രക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു ഇൻഫർമേഷൻ മനസ്സിലാക്കിയെടുക്കുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു അറിവ് നേടുകയാണ്, പുതിയൊരു അറിവ് നിർമ്മിക്കുന്നത് എപ്പോഴും ചുറ്റുപാടുകളുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെയാണ്. അവൻ്റെ പാരൻസോ അല്ലെങ്കിൽ അവനേക്കാൾ മുതിർന്ന ഒരാൾ, അവനേക്കാൾ അറിവുള്ള ഒരാളുടെ ഇന്ററാക്ഷൻസിലൂടെ, പെരുമാറ്റത്തിലൂടെയും ഇടപെടലുകളിലൂടെയും അല്ലെങ്കിൽ അത് കാണുന്നതിലൂടെയും ഒക്കെയാണ് കുട്ടി അറിവ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്
വൈഗോട്സ്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ് വൈഗോട്സ്കിയുടെ തിയറി. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ അദ്ദേഹം പറയുന്നത് അറിവ് നിർമ്മിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറിവ് നേടുക, അറിവ് നിർമ്മിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല, മറിച്ച് അതിലെപ്പോഴും ഒരു സാമൂഹിക തലം കൂടി ഉണ്ട്. സൊസൈറ്റിയുടെ ഒരു ഇൻട്രാക്ഷൻസ്, ചുറ്റുപാടുകളുടെ ഇൻട്രാക്ഷൻസ്, ചുറ്റുമുള്ളവരുടെ ഒരു കോൺട്രിബ്യൂഷൻസ്, ഇതെല്ലാം ചേർന്നതാണ്. ഇതെല്ലാം ചേരുന്നെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് നോളജ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർക്ക് സ്വന്തമായിട്ട് നോളജ് കൺസ്ട്രക്ട് ചെയ്യുകയല്ല, കുട്ടികൾ സ്വന്തമായിട്ട് അറിവുകൾ നിർമ്മിക്കുകയല്ല, മറിച്ച് അത് നിർമ്മിക്കുന്നത് അതിലൊരു സാമൂഹിക തലം കൂടിയുണ്ട്. ചുറ്റുപാടുകളിലൂടെ ലഭിക്കുന്ന അറിവുകളിലൂടെ, അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻസിലൂടെ, ഇതിലൂടെ എല്ലാമാണ് കുട്ടികൾ അറിവ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ഒരിക്കലും അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ കുട്ടിയുടെ, ആ ഒരു ലേണറിൻ്റെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റുമായിട്ട് നമുക്ക് ആ ലേണറിൻ്റെ ഡെവലപ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കേരളത്തിലെ ജനിച്ച് വളർന്ന കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റൽ ബിഹേവിയറോ പാറ്റേണോ പോലെ ആയിരിക്കില്ല ഒരു പക്ഷേ US-ലോ UK-ലോ ജനിച്ച് വളർന്ന് വരുന്ന കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റൽ പാറ്റേൺ. അപ്പൊ ഇവിടെ അതിൻ്റെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണ്. സൊസൈറ്റിയുടെ ഒരു ഇന്ററാക്ഷൻസ്, സൊസൈറ്റിയുടെ പെരുമാറ്റ രീതികൾ, അല്ലെങ്കിൽ ശൈലികൾ, ഇതെല്ലാം കുട്ടിയുടെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് വൈഗോട്സ്കി മുന്നോട്ട് വെച്ചതാണ് ലാംഗ്വേജ്, ഭാഷ. ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ലാംഗ്വേജ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ലാംഗ്വേജ് ആണ് ഇവിടെ കുട്ടികളുടെ വികാസത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോള് ലാംഗ്വേജിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വൈഗോട്സ്കി ഒരു തിയറി തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സോ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും വൈഗോട്സ്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് സോഷ്യൽ ഇൻട്രാക്ഷൻസിലൂടെയാണ് കുട്ടികൾ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട് സോഷ്യോ കൾച്ചറൽ തിയറി, അതായത് സോഷ്യോ കൾച്ചറൽ തിയറി എന്ന് പറയുമ്പോൾ വൈഗോട്സ്കി എക്സ്പ്ലെയിൻ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ് കൾച്ചർ. കൾച്ചർ എന്നുള്ളത് വൈഗോട്സ്കി എക്സ്പ്ലെയിൻ ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. അതായത് കുട്ടികൾ അവരുടെ നോളജ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവരുടെ കൾച്ചർ അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഏത് കൾച്ചറിലാണോ കുട്ടികൾ വളരുന്നത്, അല്ലെങ്കിൽ ഏത് കൾച്ചറുമായിട്ടാണോ കുട്ടികൾക്ക് ഏറ്റവും അധികം കോണ്ടാക്റ്റ് ഉള്ളത്, അപ്പം ആ കൾച്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടി അവരുടെ ഡെവലപ്മെൻറ്റിൽ, അവരുടെ നോളജ് ലേണിങ്ങിൽ അതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് വൈഗോട്സ്കി ബിലീവ് ചെയ്തത്. ദെൻ കുട്ടികൾ പല കൾച്ചറിലുമുള്ള പല കൾച്ചറിൽ നിന്നുമുള്ള കുട്ടികൾ അവർ നോളജ് ഗെയിൻ ചെയ്യുന്നതും, അല്ലെങ്കിൽ അവർ സ്കിൽസ് ഗെയിൻ ചെയ്യുന്നതും, അവരുടെ വാല്യൂസ് എല്ലാം അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണോ കുട്ടികൾ വരുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്ന ഒരു കുട്ടി, അപ്പോൾ ആ കുട്ടിയുടെ നോളജുകളും സ്കിൽസും എല്ലാം ആ ഒരു കൾച്ചറുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കും. അതുമായി ബന്ധപ്പെട്ട ബിലീഫുകൾ ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട ട്രഡീഷനുകൾ ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട സ്കില്ലുകൾ ഈ കുട്ടിയിൽ വളരെയധികം കാണും. ദെൻ ഇനി ഒരു കുക്കിങ്ങുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പാരൻസും അങ്ങനെ ഒരു എൻവയോൺമെൻറ്റും ഉള്ള ഒരു കൾച്ചറിൽ നിന്ന് വരുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ സ്കിൽസും കോമ്പിറ്റൻസീസും എല്ലാം ആ ഒരു രീതിയിലായിരിക്കും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക. സോ കൾച്ചറിന് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൽ വളരെ പ്രാധാന്യമുണ്ട്. അവരുടെ കൾച്ചർ ഏത് കൾച്ചറിൽ നിന്നുമാണോ കുട്ടികൾ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഏത് കൾച്ചറുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട നോളജുകളും ബിലീഫുകളും ബിഹേവിയറുകളും സ്കില്ലുകളും വാല്യൂസും എല്ലാം കുട്ടികൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കുട്ടികൾ അക്വയർ ചെയ്യുമെന്നുള്ളതാണ് വൈഗോട്സ്കി പറയുന്നത്. സോ ഇതാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ വൈഗോട്സ്കി പറയുന്ന പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ. ഇനി നോളജ് കൺസ്ട്രക്ഷനിൽ
നോളജ് കൺസ്ട്രക്ഷനിൽ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് വൈഗോട്സ്കി പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ZPD, അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അപ്പോൾ വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ZPD, അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്? ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തിലേക്ക് നമുക്ക് നോക്കാം. അതായത് കുട്ടിക്ക് ഏറ്റവും നടുവിലുള്ള ഒരു സർക്കിളിനകത്ത് പറയുന്നത് കുട്ടിക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, കുട്ടിക്ക് സ്വന്തമായിട്ട് ആരുടെയും സഹായമില്ലാതെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ദേ ക്യാൻ ഡു ഇൻഡിപെൻഡന്റ് ആയിട്ട് കുട്ടിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ ഏറ്റവും നടുവിലുള്ള സർക്കിള്. ഇനി അതിന് ചുറ്റുമുള്ള സർക്കിൾ, അതായത് കുട്ടി ഈ ഒരു രണ്ടാമത്തെ സർക്കിളിലേക്ക് എത്തുമ്പോഴേക്കും അത് സൂചിപ്പിക്കുന്നത് ദാറ്റ് ക്യാൻ ഡു ഇഫ് ഗൈഡഡ്, അതായത് മറ്റൊരു സഹായം ഉണ്ടെങ്കിൽ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതാണ് രണ്ടാമത്തെ സർക്കിൾ കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, അതല്ലെങ്കിൽ അതല്ലാതെ ഒരു അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഒരു അഡൾട്ടിൻ്റെയോ ഒരു പിയറിൻ്റെയോ അല്ലെങ്കിൽ കുറച്ചുകൂടി നോളജബിൾ ആയിട്ടുള്ള ആരുടെയെങ്കിലും ഒരു അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ്, ഇത് രണ്ടും തമ്മിലുള്ള ദൂരത്തെയാണ്, ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് വൈഗോട്സ്കി വിശേഷിപ്പിച്ചത്. അത് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ വൈഗോട്സ്കി രണ്ട് ടേമുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ്. ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും താഴെയുള്ളത്. അതാണ് കുട്ടിക്ക് സ്വന്തമായിട്ട് മറ്റുള്ളവരുടെ സഹായമൊന്നും ഇല്ലാതെ സ്റ്റുഡൻറ്റിന് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതാണ് ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ്. അതിനെ വൈഗോട്സ്കി LAD എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടാണ് വിശേഷിപ്പിച്ചത്. LAD, ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് കുട്ടിക്ക് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ സഹായമൊന്നും വേണ്ട, സ്വന്തമായിട്ട് തന്നെ അതിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു ലെവലിനെയാണ് LPD എന്നുള്ളത് വിശേഷിപ്പിച്ചത് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ്. LPD എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ദ സ്റ്റുഡൻറ് ക്യാൻ ഡു വിത്ത് അസിസ്റ്റൻസ്. മറ്റുള്ളവരുടെ ഒരു അസിസ്റ്റൻസോട് കൂടി, അതൊരു പക്ഷെ ഒരു പിയർ ആയിരിക്കാം, ഒരു സഹപാഠി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാരന്റ് ആയിരിക്കാം, ടീച്ചർ ആയിരിക്കാം, ഒരു ഗൈഡ് ആയിരിക്കാം, ആരും ആയിരിക്കാം. മറ്റുള്ളവരുടെ ഒരു അസിസ്റ്റൻസോട് കൂടി കുട്ടിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ലെവൽ ഓഫ് ഡെവലപ്മെന്റിനെയാണ് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇനി അപ്പോൾ ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ് ഏറ്റവും അടിയിലുള്ള ലെവലാണ്. ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുട്ടിക്ക് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ലെവലാണ്. ഇനി അതിനു മുകളിൽ ഒരു ലെവലുണ്ട്, അതാണ് വാട്ട് ദ സ്റ്റുഡൻറ് കനോട്ട് ഡു ഈവൻ വിത്ത് അസിസ്റ്റൻസ്. ഏറ്റവും മുകളിലത്തെ ലെവൽ എന്ന് പറയുന്നത് കുട്ടിക്ക് ഇനി മറ്റുള്ളവരുടെ സഹായം ഉണ്ടെങ്കിൽ കൂടിയും കുട്ടിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കാത്ത ഒരു ലെവലാണ് ഏറ്റവും മുകളിലത്തെ ലെവൽ. അതായത് കുട്ടിയുടെ കഴിവിനും ഇതിനെല്ലാം അപ്പുറത്തുള്ള ഒരു ലെവലാണത്. ഇനി വൈഗോട്സ്കി വിശേഷിപ്പിച്ച സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റും ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിസ്റ്റൻസിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നുള്ളത് കൊണ്ട് വൈഗോട്സ്കി വിശേഷിപ്പിച്ചത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അത് കുട്ടിക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നത് തമ്മിലും അതുപോലെ തന്നെ മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ ആ ഒരു സ്പേസിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ദൂരത്തെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ. സോൺ എന്ന് പറയുന്നത്
പ്രോക്സിമൽ ഡെവലപ്മെന്റിന് വേണ്ടുന്ന അത്രയും ഒരു ഏരിയ ആണത്, ഒരു സ്പേസ് ആണത്. അതായത് കുട്ടിക്ക് സ്വന്തമായിട്ട് ഇത്ര കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി കുട്ടിക്ക് ഇത്രമാത്രം ഉയരാനുള്ള ഒരു പൊട്ടൻഷ്യൽ അവിടെയുണ്ട്, അല്ലെങ്കിൽ ഇത്രമാത്രം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വലിയൊരു സാധ്യത അവിടെ ഉണ്ട്. ഈ ഒരു സാധ്യതയാണ്, ഈ ഒരു ദൂരത്തെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നുള്ളത് കൊണ്ട് വൈഗോട്സ്കി വിശേഷിപ്പിച്ചത്. മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഇത്തരം ടാസ്കുകൾ ചെയ്യാൻ സാധിക്കും കുട്ടിക്ക്. അല്ലെങ്കിൽ സ്കില്ലുകളിലാണെങ്കിൽ അത്രമാത്രം സ്കില്ലുകൾ നന്നാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പഠനത്തിന്റെ മേഖലയിലാണെങ്കിലും പഠനം അത്രയും കോമ്പീറ്റന്റ് ആക്കാനായിട്ട് കുട്ടിക്ക് സാധിക്കും. അപ്പൊ അത്രയും ഒരു സാധ്യതയുള്ള ഒരു സ്പേസിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നുള്ളത് കൊണ്ട് വൈഗോട്സ്കി വിശേഷിപ്പിച്ചത്. ദെൻ വൈഗോട്സ്കി വിശേഷിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടെർമിനോളജിയാണ് MKO, മോർ നോളജബിൾ അതർ. മോർ നോളജബിൾ അതർ, മോർ നോളജബിൾ അതർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ നോളജബിൾ അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുമാകാം, കുട്ടിയുടെ എബിലിറ്റിയെക്കാളും അല്ലെങ്കിൽ ലേണറിന്റെ എബിലിറ്റിയെക്കാളും ഹയർ ലെവൽ ഓഫ് എബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഹയർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആരുമാകാം അത് അതിനെയാണ് നമ്മൾ മോർ നോളജബിൾ അതർ എന്ന് വിളിക്കുന്നത്. മറ്റുള്ളവർക്ക് കുട്ടിയുടെ നിലവിലുള്ള നോളജിനേക്കാളും കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള നോളജ് ഉള്ളവരും, അത് ഒരു പക്ഷേ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില പിയർ മെമ്പേഴ്സ് ആയിരിക്കാം, മറ്റു സഹപാഠികളായിരിക്കാം, അതും അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്റർനെറ്റിന്റെ ഫെസിലിറ്റീസ് ആയിരിക്കാം, ഇൻഫർമേഷൻ ടെക്നോളജികളായിരിക്കാം, എന്തുമായിരിക്കാം. ഇതെല്ലാം ഒരു മോർ നോളജബിൾ അതറാണ്. കുട്ടിയുടെ നോളജിനേക്കാളും കൂടുതൽ നോളജ് ഉള്ള മറ്റൊരു ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അത് ഒരു പക്ഷേ നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ ഇതെല്ലാം മോർ നോളജബിൾ അതറിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ കുട്ടിയുടെ എബിലിറ്റിയെക്കാളും ഹയർ നോളജ് ഉള്ള, എബിലിറ്റി ഉള്ള, അണ്ടർസ്റ്റാൻഡിങ് ഉള്ള അതേഴ്സിനെ നമ്മൾ പറയാം, അതേഴ്സിനെ വൈഗോട്സ്കി വിശേഷിപ്പിച്ചതാണ് MKO. MKO ആ ടെർമിനോളജിയും ആ ടേമും പ്രധാനപ്പെട്ടതാണ്. MKO, മോർ നോളജബിൾ അതർ. ഈ MKO എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വൈഗോട്സ്കിയാണ്. ദെൻ വൈഗോട്സ്കി മറ്റൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് സ്കഫോൾഡിങ്. സ്കഫോൾഡിങ് എന്ന് പറയുന്നതും വൈഗോട്സ്കിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെർമിനോളജി വൈഗോട്സ്കി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്താണ് സ്കഫോൾഡിങ്? സ്കഫോൾഡിങ് എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സാണ്. ഒരു പ്രോസസ്സാണ്. എന്തിന്റെ പ്രോസസ്സാണ്? ഒരു ഗൈഡൻസിന്റെ പ്രോസസ്സിനെയാണ് നമ്മൾ സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടിലൂടെ ഒരു പുതിയ കാര്യം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിന് അകത്തു നിന്നുകൊണ്ട് കുട്ടിക്ക് പതിയെ പതിയെ കുട്ടിക്ക് സപ്പോർട്ട് കൊടുത്ത് കുട്ടിയെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സ്കഫോൾഡിങ്. അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയും മലയാളത്തിൽ കൈത്താങ് എന്ന് പറയും. അതായത് കുട്ടിക്ക് ആവശ്യത്തിനുള്ള സപ്പോർട്ടുകളൊക്കെ ആദ്യം കൊടുത്ത് പതിയെ കുട്ടിയെ വളരാൻ അനുവദിച്ചുകൊണ്ട് ഒടുവിൽ ടീച്ചർ ആ സപ്പോർട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ അപ്പോൾ കുട്ടിക്ക് സ്വന്തമായിട്ട് അത് പഠിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് നേടാനോ സാധിക്കുന്നത് വരെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പതിയെ ആ സപ്പോർട്ട് എടുത്ത് മാറ്റുന്നു. ഈ ഒരു പ്രോസസ്സിങ്ങിനെയാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു അഡൾട്ട് ഗൈഡൻസിലൂടെ പതിയെ കുട്ടിക്ക് ഒരു സ്കില്ലാണെങ്കിലും ഒരു കോമ്പിറ്റൻസി ആണെങ്കിലും ഒരു നോളജ് ആണെങ്കിലും ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടോട് കൂടി പുതിയൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ പുതിയൊരു നോളജ് കുട്ടിക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നേടാനായിട്ട് കുട്ടിയെ സഹായിക്കുന്നു. ഇതെപ്പോഴും ആ ഒരു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിന് അകത്ത് നിന്നുകൊണ്ട് കുട്ടികൾക്ക് ആ ഒരു വളർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ചുറ്റുമുള്ളവർ നൽകുന്ന ആ ഒരു കൈത്താങ്ങിനെയാണ് സ്കഫോൾഡിങ് എന്നുള്ള പേരിൽ വൈഗോട്സ്കി വിശേഷിപ്പിച്ചത്. അപ്പൊ സ്കഫോൾഡിങ് എന്നുള്ളതും വൈഗോട്സ്കിയുടെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഈ സ്കഫോൾഡിങ് നടക്കുന്നത് എപ്പോഴും സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിന് അകത്താണ്. ZPDയുടെ ഉള്ളിലാണ് സ്കഫോൾഡിങ് എപ്പോഴും നടക്കുക. ദെൻ ഇതെപ്പോഴും സ്കഫോൾഡിങ് നടക്കുന്നത്
കുട്ടിക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് കഴിവുള്ള കാര്യങ്ങളായിരിക്കണം. അതായത് കുട്ടിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളും കുട്ടിക്ക് മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് അങ്ങനെ സ്വന്തമായിട്ട് മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് എപ്പോഴും സ്കഫോൾഡിങ്ങിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്. കുട്ടിക്ക് മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇത്രയും കോൺസെപ്റ്റുകളാണ് ഇത്രയും കാര്യങ്ങളാണ് സ്കഫോൾഡിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിലൂടെ വൈഗോട്സ്കി ഉദ്ദേശിച്ചത്. ഇനി സ്കഫോൾഡിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് പതിയെ പതിയെ കുട്ടി ഒരു കാര്യം പഠിച്ചു കഴിയുമ്പോൾ സ്കഫോൾഡർ അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാരന്റ് ആയിരിക്കാം, അസിസ്റ്റൻസ് നൽകുന്ന ആരാണോ അവർ ഗ്രാജുവലി അവരുടെ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ആ കൈത്താങ് ഗ്രാജുവലി അത് കുറച്ചുകൊണ്ട് വരും. അപ്പോൾ കുട്ടി സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് പെർഫോം ചെയ്യാനുള്ള എബിലിറ്റിയിലേക്ക് കുട്ടി കടന്നു വരുന്നു. ഇതിനെയാണ് ഈ ഒരു കോൺസെപ്റ്റിനെയാണ് സ്കഫോൾഡിംഗ് എന്നുള്ളൊരു പേരിൽ വൈഗോട്സ്കി വിശേഷിപ്പിച്ചത്. അപ്പോൾ വൈഗോട്സ്കിയുടെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് ഒന്ന് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, ദെൻ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ട് ഒന്നാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD, ദെൻ മോർ നോളജബിൾ അതർ, ദെൻ സ്കഫോൾഡിംഗ്. അപ്പൊ ഇത്രയും കോൺസെപ്റ്റുകളാണ് വൈഗോട്സ്കി അദ്ദേഹത്തിന്റെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നുള്ളൊരു തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. യെസ്, ഇനിയും ഇതുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല അല്ലാത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ കുറച്ച് ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. യെസ്, ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ നിന്നും ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ലേണിംഗ് തിയറീസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അറ്റ് വിച്ച് സ്റ്റേജ് ഡു ചിൽഡ്രൻ ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ഹൈപ്പോതെറ്റിക്കൽ ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്? പല പ്രാവശ്യം ഈ ചോദ്യത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുള്ളതാണ്. വളരെ ഈസിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് പറഞ്ഞ എപ്പോഴും അഡോളസൻസ് എന്ന് പറയുന്നത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്നതാണ്. ഇവിടെയാണ് കുട്ടികൾ ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് അവര് അതിനുള്ള എബിലിറ്റി കുട്ടികൾ നേടിയെടുക്കുന്നത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, കൃത്യമായിട്ട് അതിൻ്റെ ഡിഫറൻസിയേഷൻസും ഓരോ സ്റ്റേജിലും കുട്ടികൾ എന്തൊക്കെ മനസ്സിലാക്കുന്നു എന്നുള്ളതും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. സോ ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലെ ഒരു ഫീച്ചറാണ്. യെസ്, അടുത്ത ചോദ്യം, ഡെവലപ്പിംഗ് അബ്സ്ട്രാക്ട് തിങ്കിങ് സ്കിൽ ഈസ് എ. ഒക്ടോബർ 2022 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡെവലപ്പിംഗ് അബ്സ്ട്രാക്ട് തിങ്കിങ് സ്കിൽസ് ഈസ് എ. അബ്സ്ട്രാക്ട് തിങ്കിങ് സ്കില്ലുകൾ ഇതിൽ ഏതിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഡെവലപ്മെന്റൽ ഹസാർഡ്, ഓപ്ഷൻ ബി ഡെവലപ്മെന്റൽ ടാസ്ക്, ഓപ്ഷൻ സി ഡെവലപ്മെന്റൽ ഡിലേ, ഓപ്ഷൻ ഡി കൊഗ്നിറ്റീവ് ഫെയിലിയർ. യെസ്, ഓപ്ഷൻ ബി ആണ്, ഡെവലപ്മെന്റൽ ടാസ്ക് ആണ്.
ബാക്കിയെല്ലാം ഡെവലപ്മെന്റൽ ഹസാർഡ് ആണോ? അല്ല. ഡെവലപ്മെന്റൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ അതിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരിമിതികളെല്ലാമാണ് ഡെവലപ്മെന്റൽ ഹസാർഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പ്രായത്തിലും അവർ നേടിയെടുക്കേണ്ടുന്ന സ്കില്ലുകളും ആ പ്രായത്തിനനുസരിച്ച് അവർ നേടിയെടുക്കേണ്ടുന്ന ചില സ്കില്ലുകളായിരിക്കാം, അല്ലെങ്കിൽ നൈപുണ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കഴിവുകളായിരിക്കാം. അതിനെയെല്ലാമാണ് ഡെവലപ്മെന്റൽ ടാസ്ക് എന്നുള്ളത് കൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഡെവലപ്മെന്റൽ ടാസ്ക് എന്നുള്ളൊരു ടേം കൊണ്ടുവന്നത് ഹാവിക് ഹേസ്റ്റ് ആണ്. ഹാവിക് ഹേസ്റ്റ് ആണ് അതിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോ അബ്സ്ട്രാക്ട് തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റൽ ടാസ്ക് ആണ്. ഒരു പ്രായത്തിൽ കുട്ടികൾ അബ്സ്ട്രാക്ട് തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ആ ഒരു സമയത്തെ ഒരു ഡെവലപ്മെന്റൽ ടാസ്ക് ആണ്. യെസ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഈറ്റിംഗ് ഡിസോർഡർ? താഴെ തന്നിട്ടുള്ളതിൽ ഈറ്റിംഗ് ഡിസോർഡർ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. യെസ്, നമുക്കിവിടെ ഇപ്പോൾ പാർട്ടിസിപ്പൻസ് വളരെ കുറച്ച് പേര് മാത്രമേ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ടൈപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്കതിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് ക്ലിയർ ആണോ, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ആൻസേഴ്സിൽ കൺഫ്യൂഷൻ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പറയണത്. എങ്കിൽ മാത്രമേ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണോ എന്നൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ പരമാവധി എല്ലാവരും ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ആൻസേഴ്സ് കറക്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും അതിൽ ടൈപ്പ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻസും കൂടെ പറയാനായിട്ട് പറ്റുള്ളൂ. യെസ്. യെസ്. അപ്പോൾ ചോദ്യം ഇതിൽ ഈറ്റിംഗ് ഡിസോർഡർ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഈറ്റിംഗ് ഡിസോർഡർ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ സി ആണ്. ആൻസർ സി ആണ്. ഡെലിൻക്വൻസി ആണ് ആൻസർ. അതായത് ഓപ്ഷൻ എന്ന് പറയുന്നത് ബുളീമിയ, ഓപ്ഷൻ ഡി ബി അനോറക്സിയ നെർവോസ, ഓപ്ഷൻ ഡി പൈക്ക. ഇതെല്ലാം ഒരു ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ്. ഡെലിൻക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റവാസന. കുട്ടികളിൽ കാണുന്ന കുറ്റവാസനയാണ് നമ്മൾ അത് പറയുന്നത്. സോ അത് മാത്രമാണ് ഒരു ഈറ്റിംഗ് ഡിസോർഡർ അല്ലാത്തത്. മറ്റുള്ളതൊക്കെ എന്താണ്? ബുളീമിയ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അത് അഡോളസൻസിലാണെങ്കിലും അവർ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് വൊമിറ്റ് ചെയ്ത് കളയുന്നു. അതിനെയാണ് നമ്മൾ ബുളീമിയ എന്ന് പറയുന്നത്. അതൊരു ഈറ്റിംഗ് ഡിസോർഡർ ആണ്. ദെൻ അനോറക്സിയ നെർവോസ എന്ന് പറയുന്നത് അവർ സ്റ്റാർവേഷനിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പട്ടിണി കിടന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഇരുന്നുകൊണ്ട് എങ്ങനെയാണെങ്കിലും അവർ ഭയങ്കരമായിട്ട് അമിതമായിട്ട് അവർ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് നോക്കുന്നു. ശരീരത്തിന്റെ വെയിറ്റ് ക്രമാതീതമായിട്ട് കുറയ്ക്കുന്ന ഒരവസ്ഥയാണ് അനോറക്സിയ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആ ഒരു പ്രവണതയാണ് അനോറക്സിയ. ദെൻ പൈക്ക എന്ന് പറയുന്നത് ഈറ്റിംഗ് നോൺ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ പെൻസിൽ കടിക്കുക, അല്ലെങ്കിൽ ചോക്ക് തിന്നുക, അല്ലെങ്കിൽ മണ്ണ് തിന്നുക, അങ്ങനെ ചില ഡിസോർഡേഴ്സ് കുട്ടികളിൽ കാണും. അതായത് കുട്ടികൾ അത് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഫുഡല്ല, ശരീരത്തിന് വേണ്ടുന്ന വൈറ്റമിൻസോ മിനറൽസോ പ്രോട്ടീൻസോ അങ്ങനെ നമുക്ക് വേണ്ടുന്ന ഫുഡുകളല്ല, അനാവശ്യമായിട്ടുള്ള അത്തരം ചില ടെൻഡൻസി കാരണം ഭക്ഷണം കഴിക്കുന്നത്. ചിലപ്പോൾ പെൻസിൽ കഴിക്കാം, സ്ലേറ്റ് പെൻസിലോ അല്ലെങ്കിൽ എഴുതുന്ന പെൻസിലോ എന്തോ ആകാം, പെൻസിലുകൾ, അതുപോലെ ചിലപ്പോൾ മണ്ണ്, പിന്നെ പെയിന്റ്, അങ്ങനെ ചില അത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ്, നോൺ ഫുഡ് ഐറ്റംസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഭക്ഷണമല്ലാത്ത മറ്റു കാര്യങ്ങൾ കഴിക്കുന്ന ആ ഒരു പ്രകൃതത്തിനെയാണ്, ആ ഒരു ഡിസോർഡറിനെയാണ് നമ്മൾ പൈക്ക എന്ന് വിളിക്കുന്നത്. സോ ഇതിൽ ആൻസർ ഓപ്ഷൻ സി ആണ്. കുറ്റവാസനയാണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്. മറ്റെല്ലാം ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ്. ഈറ്റിംഗ് ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ട് പല തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
അപ്പൊ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. യെസ്, അടുത്തൊരു ചോദ്യം. The legal concept holding that juvenile offenders should be treated differently from adults. നമ്മൾ ജുവനൈൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റവാസന, കുട്ടികളിലുള്ള കുറ്റവാസന, അഡോളസൻസിലുള്ള കുറ്റവാസനയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ കോൺസെപ്റ്റ് എന്താണ്? കുട്ടികളെ, ഇത്തരത്തിലുള്ള കുട്ടികളെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരെ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമുള്ള ലീഗൽ കോൺസെപ്റ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതെല്ലാവരും ഓപ്ഷൻസ് ഒന്ന് ടൈപ്പ് ചെയ്യാമോ? യെസ്, ഇതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. പാരൻസ് പാട്രിയ എന്നുള്ളതാണ് ഓപ്ഷൻ. അതായത് IPC എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡ്, പിന്നെ CRPC എന്ന് പറയുന്നതും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രിമിനൽസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ദെൻ ജുവനൈൽ പ്രിവിലേജ് എന്നുള്ളത് അതുമായി ബന്ധപ്പെടാത്ത ഒരു കോൺസെപ്റ്റ് ആണ്. ഇതിൽ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് പാരൻസ് പാട്രിയ എന്ന് പറയുന്നതാണ് ജുവനൈൽസിനെ, അതായത് ജുവനൈൽ കുട്ടികളിലെ കുറ്റവാളികളെ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ കോൺസെപ്റ്റ് ആണ് പാരൻസ് പാട്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? സ്റ്റേറ്റ് ആക്ട് ആസ് പാരന്റ്. അവിടെ പാരന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് ആണ് അവിടെ പാരന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പാരന്റ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ മറ്റു കുട്ടികളെ പോലെ അവരെ ട്രീറ്റ് ചെയ്യരുത്, മറ്റ് അഡൾട്ട് ക്രിമിനൽസിനെ പോലെ അവരെ ട്രീറ്റ് ചെയ്യരുത്. മറിച്ച് അവർക്ക് കെയറും പ്രൊട്ടക്ഷനും അവർക്ക് റീഹാബിലിറ്റേഷനും ഒക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് പണിഷ്മെന്റ് അല്ല കൊടുക്കേണ്ടത്, മറിച്ച് അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഒരു പരിചരണവും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു റീഹാബിലിറ്റേഷൻസും ആണ് ഇവർക്ക് വേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന് അടിസ്ഥാനമായിട്ടുള്ള ലീഗൽ പ്രിൻസിപ്പിൾ ആണ് ദ സ്റ്റേറ്റ് ആക്ട് ആസ് പാരന്റ് അല്ലെങ്കിൽ പാരൻസ് പാട്രിയ. അപ്പം അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമുക്കിന്ന് ഇത്രയും ചോദ്യങ്ങളിൽ നമുക്ക് നിർത്താം. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.